വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരെ, എൻ്റെ പേര് ഡോക്ടർ ജോസ്റ്റിൻ ഫ്രാൻസിസ്. ഞാൻ ഹെൽത്ത് സർവീസിൽ ജോലി ചെയ്യുന്ന ഒരു സൈക്യാട്രിസ്റ്റാണ്. ഇപ്പോൾ കൽപ്പറ്റ ജനറൽ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു. ഈ ചിത്രത്തിലുള്ളത് ആരാണെന്ന് ആർക്കും സംശയം ഉണ്ടാവില്ല. മലയാളത്തിൻ്റെ നിത്യഹരിത നായകൻ പ്രേം നസീറാണ്. ഞാൻ ചെറുപ്പത്തിലൊക്കെ ദൂരദർശനിലൊരു പരിപാടി ഉണ്ടായിരുന്നു, സ്മൃതിലയം. ഈ സ്മൃതിലയത്തിൽ കണ്ടു മറന്നുപോയ ഒരു ഗാനരംഗത്തിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണിത്. ആ ഗാനരംഗം ആർക്കെങ്കിലും ഓർമ്മിക്കാൻ പറ്റുന്നുണ്ടോ? വയലാറിൻ്റെ രചന, ദേവരാജൻ മാഷിയുടെ സംഗീതം, യേശുദാസിൻ്റെ ആലാപനം. ഭിക്ഷുകി ഭിക്ഷുകി പ്രേമ ഭിക്ഷുകി എന്ന് തുടങ്ങുന്ന ഗാനമാണത്. ഏത് ജന്മത്തിൻ ഏത് സന്ധിയിൽ എവിടെ വെച്ച് നാം കണ്ടു, ആദ്യമായി എവിടെ വെച്ച് നാം കണ്ടു, ഏത് ചിത്രത്തിലെയാണ് ഈ ഗാനരംഗം എന്നുള്ളതാണ് ഇതിനിവിടെ പ്രസക്തി നൽകുന്നത്. മഞ്ഞിലാസിൻ്റെ ബാനറിൽ KS സേതുമാധവൻ സംവിധാനം ചെയ്ത് MO ജോസഫ് നിർമ്മിച്ച ചലച്ചിത്രം പുനർജന്മം. നസീറും ജയഭാരതിയുമാണ് അതിൽ അഭിനയിച്ചിട്ടുള്ളത്. ആ സിനിമയുടെ പ്രത്യേകത, കേരളത്തിലെ യുക്തിവാദ ചരിത്രത്തിലെ വളരെ നിർണായകമായിട്ടുള്ള സ്ഥാനം അലങ്കരിക്കുന്ന ഡോക്ടർ A.T. കോവൂർ, അദ്ദേഹം ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കേസ് ഡയറിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് പുനർജന്മം എന്ന് പറയുന്ന സിനിമയുടെ തിരക്കഥ തോപ്പിൽ ഭാസി രചിച്ചിട്ടുള്ളത്. ഇത് 1972 ഓഗസ്റ്റ് 18 റിലീസായ സിനിമയാണ്. ഈ സിനിമയുടെ കഥ ഒരുപക്ഷെ പഴയ തലമുറയിലുള്ളവരൊക്കെ ഈ സിനിമ കണ്ടിട്ടുണ്ടാവാം. ഈ സിനിമയുടെ കഥ എന്തായിരുന്നു? അരവിന്ദൻ എന്ന് പറയുന്ന ഒരു കോളേജ് പ്രൊഫസർ, അത് നസീർ അഭിനയിച്ച കഥാപാത്രമാണ്. രാധ എന്ന് പറയുന്ന ജയഭാരതി അഭിനയിച്ച കഥാപാത്രത്തോട് പ്രണയത്തിലാവുന്നു. ജയഭാരതി അരവിന്ദന്റെ സ്റ്റുഡൻ്റ് ആണ്, വിദ്യാർത്ഥിനി. അവർ രണ്ടുപേരും വിവാഹം കഴിക്കുന്നു. പക്ഷേ അരവിന്ദന് രാധയോട് ലൈംഗിക ബന്ധം പുലർത്താനായിട്ട് കഴിയുന്നില്ല. അവർക്ക് സന്താന സൗഭാഗ്യം ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് അവസാനം മന്ത്രവാദികളുടെ അടുത്തും അവിടെ ഇവിടെയൊക്കെ പോയി അവരെത്തിച്ചേരുന്നത് ഒരു മനഃശാസ്ത്രജ്ഞന്റെ അടുത്താണ്. ആ മനഃശാസ്ത്രജ്ഞനായിട്ട് അഭിനയിക്കുന്നത് A.T. കോവൂർ തന്നെയാണ്. അദ്ദേഹം ആ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് A.T. കോവൂർ നസീറിനെ ഹിപ്നോട്ടൈസ് ചെയ്യുന്ന രംഗമാണ്. അങ്ങനെ നസീറിനെ ഹിപ്നോട്ടൈസ് ചെയ്തു, അല്ലെങ്കിൽ അരവിന്ദനെ ഹിപ്നോട്ടൈസ് ചെയ്ത് അദ്ദേഹത്തിന്റെ പ്രശ്നം അൺറിസോൾവ്ഡ് ഈഡിപ്പസ് ഇലക്ട്ര കോംപ്ലക്സ് ആണ് എന്ന് അദ്ദേഹം, മദർ ഫിക്സേഷൻ എന്നൊക്കെ പറയുന്ന ഫ്രോയിഡിയൻ മനോവിശ്ലേഷണ സിദ്ധാന്തത്തിന്റെ ഭാഗമായിട്ട് അന്ന് പ്രപ്പോസ് ചെയ്യപ്പെട്ടിട്ടുള്ള ചില പ്രശ്നങ്ങളാണ് അരവിന്ദന്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം എന്ന് A.T. കോവൂർ കണ്ടെത്തുന്നു. അതിനുശേഷം മനഃശാസ്ത്ര ചികിത്സയിലൂടെ അരവിന്ദന് ഒരു പുനർജന്മം കൊടുക്കുകയാണ്. ആ പുനർജന്മത്തിലൂടെ അവരുടെ ദാമ്പത്യലത പൂത്ത് തളിർക്കുന്നു, അവർക്ക് സന്താന സൗഭാഗ്യം ഉണ്ടാവുന്നു. അങ്ങനെ ഹിപ്നോട്ടിസത്തെ ഏറെ ജനകീയവൽക്കരിച്ച, ഏതാണ്ട് വാരങ്ങളോളം വിജയകരമായിട്ട് പ്രദർശിപ്പിച്ച ഒരു ചിത്രമാണ് മഞ്ഞിലാസിൻ്റെ പുനർജന്മം. അതാണ് ഞാൻ ഈ പ്രഭാഷണത്തിന് ആധാരമാക്കുന്നത്, ഹിപ്നോട്ടിസവും പുനർജന്മവും. എന്താണ് ഹിപ്നോട്ടിസം? ഈ ഹിപ്നോട്ടിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് യഥാർത്ഥത്തിൽ ഒരു സ്റ്റേറ്റ് ആണോ, ഒരു ട്രെയിറ്റ് ആണോ, അല്ലെങ്കിൽ ഒരു ചികിത്സാ രീതിയാണോ? ആർക്കും കൃത്യമായിട്ടുള്ള ഐഡിയ ഇല്ല. ഈ വാക്ക് ഹിപ്നോട്ടിസം അല്ലെങ്കിൽ എന്നുള്ള വാക്ക് രൂപപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഒരു ഗ്രീക്ക് വാക്കിൽ നിന്നാണ്. സ്ലീപ്പ് അഥവാ ഉറക്കം എന്നർത്ഥമുള്ള ഒരു ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഹിപ്നോട്ടിസം എന്ന് പറയുന്ന പദം രൂപപ്പെടുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഹിപ്നോസിസ് ഉറക്കമാണോ? ഹിപ്നോസിസ് ഈസ് നോട്ട് സ്ലീപ്പ്. അതെങ്ങനെയാണെന്ന് ഞാൻ പിന്നീട് വിശദീകരിക്കാം. ഈ ചിത്രത്തിൽ കാണുന്ന വ്യക്തി ആരാണ്? ഇദ്ദേഹമാണ് ഫ്രാൻസ് ആന്റൺ മെസ്മർ, ഒരു സ്വിറ്റ്സർലൻഡുകാരനായിട്ടുള്ള ഡോക്ടറായിരുന്നു ഇദ്ദേഹം.
ഇദ്ദേഹമാണ് ആദ്യമായിട്ട് ഹിപ്നോട്ടിസം എന്ന് പറയുന്ന ആശയത്തിനെ ചികിത്സാ രീതിക്കൊക്കെ വേണ്ടിയിട്ട് വ്യാപകമായിട്ട് ഉപയോഗിച്ചത്. അദ്ദേഹം ആനിമൽ മാഗ്നറ്റിസം എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം രൂപവൽക്കരിക്കുകയും അതാണ് ഹിപ്നോട്ടിസത്തിന്റെ അല്ലെങ്കിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച ചികിത്സാ രീതിയുടെ അടിസ്ഥാനം എന്ന് സിദ്ധാന്തിക്കുകയും ഒരുപാട് രോഗികൾക്ക് സൗഖ്യം കൊടുക്കുകയൊക്കെ ചെയ്തു. അദ്ദേഹത്തിന്റെ തിയറി മാഗ്നറ്റിക് എനർജി ഓർ ആൻ ഇൻവിസിബിൾ ഫ്ലൂയിഡ്, കാന്തിക ശക്തിയുള്ള ഒരിനം ജലം, ആ കാന്തിക ശക്തി രോഗിയുടെ മേലെ പ്രയോഗിക്കുക. അദ്ദേഹം വിശ്വസിച്ചിരുന്നത് തനിക്ക് കാന്തിക ശക്തി ഉണ്ടെന്നാണ്. മെസ്മർ വിചാരിച്ചിരുന്നത് തനിക്ക് കാന്തിക ശക്തി ഉണ്ടെന്നാണ്. ഈ കാന്തിക ശക്തി രോഗികളുടെ മേല് ഉപയോഗിക്കുക, അങ്ങനെ രോഗസൗഖ്യം കൊടുക്കുക. ദൈവികമായ ഒരുപാട് ഫ്ലൂയിഡുകളും ഒരുപാട് സബ്സ്റ്റൻസും ഒക്കെ നമ്മുടെ ചുറ്റുമുണ്ട്. അതിനുണ്ടാകുന്ന ഇംബാലൻസ് ആണ് അസുഖത്തിന് കാരണം. അതുകൊണ്ട് തന്നെ ഈ കാന്തിക ശക്തി കൊണ്ട് അത് ശരിപ്പെടുത്താം എന്ന് വിചാരിച്ച സ്വിറ്റ്സർലൻഡുകാരനായിട്ടുള്ള ഒരു ഭിഷഗ്വരനായിരുന്നു മെസ്മർ. അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്നാണ് ഹിപ്നോട്ടിസത്തിന് മെസ്മറിസം എന്നുള്ള പേര് കിട്ടുന്നത്. അതിനുശേഷം അദ്ദേഹം ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കി. അവസാനം അദ്ദേഹം പാരീസിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നു. പാരീസിൽ വെച്ച് ഫ്രഞ്ച് ഗവൺമെന്റ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, അതുപോലെ ലാവോസിയർ, ജോസഫ് ഇഗ്നാൻസ് ഗില്ലറ്റിൻ എന്നിവരൊക്കെ അടങ്ങുന്ന ഒരു സമിതിയെ ഇതിന്റെ നിജസ്ഥിതി എന്താണെന്ന് അറിയാനായിട്ട് ഫ്രഞ്ച് രാജാവ് നിയമിക്കുന്നുണ്ട്. അവർ കൊടുത്ത റിപ്പോർട്ട് അത്ര അനുകൂലമായിരുന്നില്ല. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഇൻഫ്ലുവൻസ് ഫ്രാൻസിൽ വല്ലാതെ കുറയുന്നുണ്ട്. എന്തു വന്നാലും അദ്ദേഹത്തെ മെഡിക്കൽ ഹിപ്നോസിസിന്റെ പിതാവായിട്ട് അല്ലെങ്കിൽ പയനീർ ആയിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. ഈ ചിത്രത്തിൽ കാണുന്ന വ്യക്തി ഒരുപക്ഷെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവില്ല. ഇദ്ദേഹം ഇന്ത്യൻ വംശജനായിട്ടുള്ള ഒരു പോർച്ചുഗീസുകാരൻ പാതിരിയാണ്. അദ്ദേഹത്തിന്റെ പേര് അബ്ബേ ഫാരിയ. ഈ അബ്ബേ ഫാരിയ എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കഥാപാത്രത്തെ ഒരുപക്ഷെ ഓർമ്മ വന്നിട്ടുണ്ടാവും. ഏതാണത്? അലക്സാണ്ടർ ഡ്യൂമാസിന്റെ മോണ്ടി ക്രിസ്റ്റോ പ്രഭു ജയിലിൽ വെച്ച് പരിചയപ്പെടുന്ന പുരോഹിതൻ അബ്ബേ ഫാരിയ. ആ ഫാരിയ തന്നെയാണിത്. ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്നാണ് ഡ്യൂമാസ് പ്രചോദനം ഉൾക്കൊണ്ട് ആ കഥാപാത്രത്തെ സൃഷ്ടിക്കുന്നത്. ഈ അബ്ബേ ഫാരിയ ജനിച്ചത് ഗോവയിലാണ്. ഇത് അബ്ബേ ഫാരിയ ഒരു സ്ത്രീയെ ഹിപ്നോട്ടൈസ് ചെയ്യുന്ന പ്രതിമയാണ്. ഇത് പഞ്ചിമിലാണുള്ളത്, ഗോവയുടെ തലസ്ഥാനമായിട്ടുള്ള പഞ്ചിമില്. ഇദ്ദേഹമാണ് സജസ്റ്റബിലിറ്റി അഥവാ നിർദ്ദേശങ്ങൾ കൊടുക്കലാണ് യഥാർത്ഥത്തിൽ ഹിപ്നോട്ടിസത്തിന്റെ വിജയ രഹസ്യം. അല്ലാതെ ആനിമൽ മാഗ്നറ്റിസം അല്ല. അതിന് അഭൗമമായ അലൗകികമായ ദൈവികമായിട്ടുള്ള സിദ്ധിവിശേഷമൊന്നും ആവശ്യമില്ല. സജസ്റ്റബിലിറ്റിയാണ് അതിന്റെ അടിസ്ഥാനം എന്ന് കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് പറഞ്ഞ ആളാണ് അബ്ബേ ഫാരിയ. പിന്നീട് ജെയിംസ് ബ്രൈഡിന്റെ വീക്ഷണങ്ങൾ വരുന്നു. അതിനുശേഷം ജെയിംസ് എസ്ഡെയിൽ, ഇദ്ദേഹം വളരെ പ്രമുഖനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇദ്ദേഹത്തിന്റെ പ്രാധാന്യം എനിക്ക് തോന്നുന്നു. ഇദ്ദേഹം കൽക്കട്ടയില് ഡൽഹൌസി പ്രഭു വൈസ്രോയി ആയിരുന്ന കാലത്ത് ഒരു ആശുപത്രി നടത്തിയിരുന്നു. ഹിപ്നോട്ടിസം എന്ന് പറയുന്ന സങ്കേതം ഉപയോഗിച്ച് ശസ്ത്രക്രിയകൾ ചെയ്യുക എന്നുള്ളതായിരുന്നു ഈ ആശുപത്രിയിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഏതാണ്ട് 300-500 വരെ ശസ്ത്രക്രിയകൾ അവിടെ പെർഫോം ചെയ്യപ്പെട്ടു. ഡൽഹൌസി പ്രഭു ഒക്കെ അതിനെ ഒരുപാട് അനുകൂലിച്ചതാണ്. പക്ഷെ അവസാനം ക്ലോറോഫോമും ഈതറും ഒക്കെ കണ്ടുപിടിച്ചപ്പോൾ അദ്ദേഹം ഈ ആശുപത്രി പൂട്ടി സ്കോട്ട്ലൻഡിലേക്ക് മടങ്ങുകയാണ് ഉണ്ടായത്. പിന്നീട് ജോൺ ഇലിയഡ്സണിന്റെ നിരീക്ഷണങ്ങൾ, ഇങ്ങനെ ഒരുപാട് ആളുകൾ ഈ മെഡിക്കൽ ഹിപ്നോസിസ് എന്ന് പറയുന്ന ശാഖയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ ചിത്രം വൈദ്യശാസ്ത്രത്തിന്റെ ചരിത്രത്തിലെ തന്നെ പ്രധാനമായിട്ടുള്ള ഒരു ചിത്രമാണ്. എ ക്ലിനിക്കൽ ലെസൺ അറ്റ് സാൽപിട്രെ. ഈ ചിത്രത്തിൽ കാണുന്ന വ്യക്തിയാണ് ഷാർക്കോ, ഷീൻ മാർട്ടിൻ ഷാർക്കോ. ഇദ്ദേഹം വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ന്യൂറോളജിസ്റ്റ് ആയിരുന്നു. സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അദ്ദേഹത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന ലേഡി ഒരു സ്ത്രീ പുറകോട്ട് വളഞ്ഞിരിക്കുകയാണ്. അവര് ഒപ്പിസ്തോട്ടോണസ് എന്ന് പറയുന്ന ഒരു പൊസിഷനിലാണ്. ഇത് ഹിസ്റ്റീരിയയുടെ നഖചിത്രമാണ്. ഹിസ്റ്റീരിയയ്ക്കുള്ള ചികിത്സയായിട്ട് അന്ന് ഹിപ്നോട്ടിസം വ്യാപകമായിട്ട് ഉപയോഗിച്ചു തുടങ്ങിയ കാലമാണ്. അന്ന് ലോകത്തില് എതിരാളികളില്ലാത്ത അല്ലെങ്കിൽ ന്യൂറോളജിയുടെ അവസാന വാക്കായിരുന്നു ചാർക്കോട്ട് എന്ന് നമുക്ക് സ്പെല്ലിംഗ് അനുസരിച്ച് വിളിക്കാം. ഷാർക്കോ എന്നാണ് യഥാർത്ഥത്തിലുള്ള ഉച്ചാരണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 1887 ആൻഡ്രേ ബ്രോലറ്റ് എന്ന് പറയുന്ന ഒരു പെയിന്ററാണ് ഈ ചിത്രം രചിച്ചത്. അത് പാരീസിലെ ഡെസ്കാർട്ട് യൂണിവേഴ്സിറ്റിയുടെ ഇടനാഴികളെ ഇന്ന് അലങ്കരിക്കുന്നു.
ഈ ചിത്രത്തിൽ കാണുന്ന ഷീൻ മാർട്ടിൻ ചാർക്കോട്ട്, അദ്ദേഹത്തിന്റെ സിദ്ധാന്തം ഈ ഹിപ്നോട്ടിസം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ന്യൂറോ ഫിസിയോളജിക്കൽ ഫിനോമിനൻ ആൻഡ് എ സൈൻ ഓഫ് മെന്റൽ ഇൽനെസ്. അദ്ദേഹത്തിന്റെ സിദ്ധാന്തം നമുക്ക് പൂർണ്ണമായിട്ടും തള്ളിക്കളയാൻ പറ്റില്ല. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പിന്നീട് പറയാം. ഇദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ട് ഈ ഹിപ്നോട്ടിസം പഠിച്ചു തുടങ്ങിയ ആളാണ് വിഖ്യാതനായ സിഗ്മണ്ട് ഫ്രോയിഡ്. ഈ സിഗ്മണ്ട് ഫ്രോയിഡ് ഷാർക്കോയുമായിട്ട് ചേർന്ന് അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ ആരംഭിക്കുന്നു. പിന്നീട് ജോസഫ് ഡൂററുമായിട്ട് ചേർന്ന് അദ്ദേഹം അത് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ദ ഫേമസ് കേസ് ഓഫ് അന്നാവോ കേട്ടിട്ടുണ്ടാവും. ആ രംഗത്ത് പരിചയമുള്ള അല്ലെങ്കിൽ സൈക്കോളജി പഠിച്ചിട്ടുള്ള ആളുകൾക്കൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു പേരാണ്. അദ്ദേഹം പക്ഷേ അവസാനം ഹിപ്നോസിസ് എന്ന് പറയുന്ന സങ്കേതത്തെ ഒട്ടൊക്കെ ഒന്ന് വിട്ടൊഴിയുകയാണ് ഉണ്ടായത്. എന്താണ് കാരണം? ഈ സ്ത്രീകളായിട്ടുള്ള രോഗികൾ വരികയും ഹിപ്നോട്ടിസത്തിന് ശ്രമിക്കുന്ന സമയത്ത് അവർക്കൊരു ട്രാൻസ്ഫറൻസ്, ചികിത്സകനോടൊരു അടുപ്പം വരികയും അവരുടെ നേരിട്ട് കണ്ണിൽ നോക്കാൻ കഴിയാതെ ഫ്രോയിഡ് പതറി. പല സ്ത്രീകളും അദ്ദേഹത്തെ ആലിംഗനം ചെയ്തു. അങ്ങനെ ഫ്രോയിഡ് ഈ ഹിപ്നോട്ടിസം എന്ന് പറയുന്ന സങ്കേതത്തെ ഉപേക്ഷിച്ച് സൈക്കോ അനാലിസിസ് എന്ന് പറയുന്ന മറ്റൊരു മേഖലയെ അല്ലെങ്കിൽ അദ്ദേഹം തന്നെ സിദ്ധാന്തിച്ച ഒരു രീതിയെ പിന്നീട് പിൻപറ്റുകയാണ് ഉണ്ടായത്. പിന്നീട് ഇവാൻ പാവ്ലോവ് ഈ രംഗത്തേക്ക് വരുന്നുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഈ ഹിപ്നോട്ടിസം, എന്താണ് ഇതിൽ സംഭവിക്കുന്നത്? എല്ലാവരെയും നമുക്ക് ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റുമോ? ഒരു ചികിത്സകന്റെ കഴിവാണോ ഹിപ്നോട്ടിസം? നിന്നെ ഞാൻ അങ്ങോട്ട് ഹിപ്നോട്ടൈസ് ചെയ്ത് കളയും എന്നൊക്കെ ചില സിനിമകളിലൊക്കെ ആളുകൾ തമാശ രൂപത്തിൽ ഭീഷണിപ്പെടുത്താറുണ്ട്. ഇത് സാധ്യമായിട്ടുള്ള കാര്യമാണോ? എന്താണ് ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള രഹസ്യം? എവിടെയാണ് അടങ്ങിയിരിക്കുന്നത്? അതിനെക്കുറിച്ച് നമുക്കൊന്ന് അന്വേഷിക്കാം. നമ്മുടെ ഒരു ഹിപ്നോട്ടിസിബിലിറ്റി, അതായത് ഒരാളെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ എത്രമാത്രം സാധിക്കും, അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ എബിലിറ്റി, കഴിവാണ് ഹിപ്നോട്ടിസിബിലിറ്റി എന്ന് നമുക്ക് ലളിതമായിട്ട് പറയാം. ഇത് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കെയിലാണ് ദ സ്റ്റാൻഫോർഡ് ഹിപ്നോട്ടിക് സസെപ്റ്റിബിലിറ്റി സ്കെയിൽ, SHSS. ഇത് വെച്ചിട്ട് ചില രോഗികളിൽ ഒരു ജനറൽ പോപ്പുലേഷനിൽ നടത്തിയ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പഠനമുണ്ട്. നമുക്ക് എന്താ മനസ്സിലായത്? ആ പഠനം മുന്നോട്ട് കൊണ്ടുവന്ന പ്രധാനപ്പെട്ട നിരീക്ഷണം ഇതാണ്: ബൈമോഡൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഹിപ്നോട്ടിസിബിലിറ്റി. അതായത് ഏതാണ്ട് 8 തൊട്ട് 10% ആളുകൾ മാത്രമേ പൂർണ്ണമായിട്ടും ഹിപ്നോട്ടിസം എന്ന് പറയുന്ന ചികിത്സയ്ക്ക് വഴങ്ങുകയുള്ളൂ. 84 തൊട്ട് 88% വരുന്ന ആളുകൾ മോഡറേറ്റ് ഹിപ്നോട്ടിസിബിൾസ് ആണ്. എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ ഏക്കാതിരിക്കാം എന്നുള്ള രീതിയിൽ. ഏതാണ്ട് 4 തൊട്ട് 6 വരെ ശതമാനം ആളുകൾ ഹിപ്നോട്ടൈസബിളെ അല്ല, അവരെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ ചുരുക്കത്തില് ഹിപ്നോട്ടിസിബിലിറ്റി എന്ന് പറയുന്ന സ്വഭാവ വിശേഷം ഏതാണ്ട് 10%, 100-ൽ 10 പേർക്ക് മാത്രമുള്ള ഒരു കഴിവാണ് എന്ന് ഈ പഠനം പുറത്തു കൊണ്ടുവന്നു. ഈ കുട്ടികളുടെ കാര്യമൊക്കെ എടുക്കുമ്പോൾ വളരെ രസകരമായിട്ടുള്ള ചില നിരീക്ഷണങ്ങൾ അത് മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ ഹിപ്നോട്ടിസിബിലിറ്റി എന്ന് പറയുന്ന സ്വഭാവ വിശേഷം അതിന്റെ പീക്കിൽ എത്തുന്നത് 9 തൊട്ട് 12 വയസ്സ് വരെ ആവുമ്പോഴാണ്. അതുപോലെ തന്നെ മിഡ് അഡോളസൻസ്, കൗമാരത്തിന്റെ മധ്യകാലത്തിലൊക്കെ ഈ ഹിപ്നോട്ടിസിബിലിറ്റി പതുക്കെ കുറഞ്ഞു തുടങ്ങും. അതിനുശേഷം മജോറിറ്റി ആളുകളും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏറെക്കുറെയൊക്കെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറും. ചുരുക്കത്തിൽ ഈ ഹിപ്നോട്ടിസിബിലിറ്റി എന്ന് പറയുന്ന ട്രൈറ്റ് അതിന്റെ പീക്കിൽ എത്തുന്നത് 9 തൊട്ട് 12 വയസ്സ് വരെ ഉള്ള കുട്ടികളിലാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹാലൂസിനോജനിക് ഡ്രഗുകൾ, മയക്കുമരുന്നുകളുടെ ഉപയോഗം, സെൻസറി ഡിപ്രിവേഷൻ, അതായത് കൃത്യമായിട്ട് ഉറങ്ങാതിരിക്കുക. ഇങ്ങനെയുള്ള പല ഘടകങ്ങളും ഈ ട്രൈറ്റിനെ നിർണായകമായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. ഞാൻ ആദ്യമേ തന്നെ ഇതിന്റെ ശാസ്ത്രീയ വശങ്ങൾ വളരെ ബ്രീഫായിട്ട് പറയാണ്. അതിന്റെ സാമൂഹ്യ വശങ്ങൾ, എങ്ങനെയാണ് ഹിപ്നോട്ടിസം നമ്മുടെ സമൂഹത്തിൽ ഇടപെടുന്നത്, അതിനെക്കുറിച്ചിട്ടുള്ള എൻ്റെ വിമർശനം ഇതിന്റെ 2ാമത്തെ ഭാഗമായിട്ട് പറയാം എന്ന് ഞാൻ കരുതുന്നത്. ഈ ഹിപ്നോട്ടിസിബിലിറ്റി സൈക്യാട്രിക് ഡയഗ്നോസിസും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ജനറലൈസ്ഡ് ആങ്സൈറ്റി, പാനിക് ഡിസോർഡേഴ്സ്, OCD, ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ, സൊമാറ്റോഫോം ഡിസോർഡേഴ്സ്, അതുപോലെ IBS, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം, PTSD, ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ, ഇതെല്ലാം ചില
മനോരോഗങ്ങളാണ്. ഈ മനോരോഗങ്ങൾ ഉള്ളവരിൽ ഹൈ ഹിപ്നോട്ടിസിബിലിറ്റി ഉണ്ട് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണിത്. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഗ്രി ഓഫ് ഹിപ്നോട്ടിസിബിലിറ്റി ആൻഡ് ക്ലിനിക്കൽ എഫിക്കസി ഹാസ് നോട്ട് ബീൻ ക്ലിയർലി എസ്റ്റാബ്ലിഷ്ഡ്. എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഒരാളെ എത്രമാത്രം ഹിപ്നോട്ടിസബിൾ ആയാലും അയാളെ ഹിപ്നോട്ടിസം എന്ന് പറയുന്ന മെത്തേഡ് കൊണ്ട് അത്രയും ഫലപ്രദമായി ചികിത്സിക്കാം എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള പഠന ഫലങ്ങൾ ഇല്ല. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഹിപ്നോട്ടിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ ഒരു പേഴ്സണാലിറ്റി ട്രൈറ്റ് ആണ്. ഈ ഹിപ്നോട്ടിസിബിലിറ്റി എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഹിപ്നോട്ടൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എബിലിറ്റി, കഴിവ്, ആ രീതിയിലാണ് ഇത് വരുന്നതെന്ന്. യഥാർത്ഥത്തിൽ അങ്ങനെയാണ് ഈ ട്രൈറ്റ് കണ്ടെത്തിയതെങ്കിലും ഇത് ഹിപ്നോട്ടിസുമായിട്ട് മാത്രം ബന്ധപ്പെട്ട ഒരു കാര്യമല്ല. ഇതൊരു പേഴ്സണാലിറ്റി ട്രൈറ്റ് ആണ്. ഈ ട്രൈറ്റ് ഉള്ളവർ നമ്മുടെ സമൂഹത്തിൽ ഏതാണ്ട് 10% പേര് ഉണ്ട്. അവരെ നിങ്ങൾക്ക് ഹിപ്നോട്ടൈസ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ ഫലപ്രദമായ ഒരുപാട് ചികിത്സാ രീതികൾ, ഒരുപാട് സൈക്കോ തെറാപ്പികൾ ഇവരിൽ ഫലപ്രദമാണ്. ഇവരിലാണ് ഏറ്റവും കൂടുതൽ PTSD, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ, ഈ പ്രളയമൊക്കെ ഉണ്ടായതിനു ശേഷം ഒരുപാട് പോപ്പുലറൈസ് ചെയ്തൊരു വാക്കാണ്. അതിൻ്റെ ആഘാതം കൊണ്ടുണ്ടാകുന്ന ഒരുതരം മാനസിക സംഘർഷം, മാനസിക ആഘാതം. അതുപോലെ തന്നെ ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ, അപര വ്യക്തിത്വം, ദ്വന്ദ്വ വ്യക്തിത്വം എന്നൊക്കെ പറയുന്ന പ്രശ്നങ്ങൾ, ആങ്സൈറ്റി ഡിസോർഡർ, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഈ ഹിപ്നോട്ടിസിബിലിറ്റി എന്ന് പറയുന്ന ട്രെയ്റ്റ് ഉള്ളവരിലാണ്. എന്നാൽ ഇവരെ ഫലപ്രദമായിട്ട് ഹിപ്നോട്ടിസം ഉപയോഗിച്ച് ചികിത്സിക്കാം എന്നുള്ളതിന് കൃത്യമായി തെളിവില്ല. അതുപോലെ തന്നെ ഈ ഹിപ്നോട്ടിക് ട്രാൻസ്, ഒരാളെ നമ്മൾ ഹിപ്നോട്ടൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ബിന്ദുവിൽ അയാളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു, ആവർത്തിച്ചുള്ള നിർദ്ദേശങ്ങൾ ആ വ്യക്തിക്ക് കൊടുക്കുന്നു, സജഷൻസ് കൊടുക്കുന്നു. അങ്ങനെ ഒരു വ്യക്തി ഹിപ്നോട്ടിക് ട്രാൻസ് എന്ന് പറയുന്ന അവസ്ഥയിലായി കഴിഞ്ഞാൽ അയാളുടെ ഫോക്കൽ അറ്റൻഷൻ, അയാളുടെ ശ്രദ്ധ, ഇമാജിനേഷൻ, ഭാവന, ഇതെല്ലാം എൻഹാൻസ് ചെയ്യപ്പെടും. ഹിപ്നോസിസ് അല്ലെങ്കിൽ ഹിപ്നോട്ടിസം എന്ന് പറഞ്ഞാൽ അറ്റൻഷൻ ഈസ് മോർ ഫോക്കസ്ഡ്, ക്രിട്ടിക്കൽ ജഡ്ജ്മെന്റ് ഈസ് പാർഷ്യലി സസ്പെൻഡഡ്, പെരിഫറൽ അവയർനെസ് ഈസ് ഡിമിനിഷ്ഡ്. 3 ഘടകങ്ങൾ അതിന് പറയുന്നുണ്ട്. അറ്റൻഷൻ വളരെ കുറയും, ക്രിട്ടിക്കൽ ജഡ്ജ്മെന്റ്, കൃത്യമായിട്ട് കാര്യകാരണ സഹിതം തീരുമാനമെടുക്കാനുള്ള ഒരു വ്യക്തിയുടെ ശേഷികളെ അത് മന്ദീഭവിപ്പിക്കും. അതുപോലെ പെരിഫറൽ അവയർനെസ്, ചുറ്റുപാടുകളെ കുറിച്ചുള്ള അവബോധം, അത് കുറച്ച് കുറയും. 3 ഘടകങ്ങളാണ് ഈ ട്രെയ്റ്റിൽ സ്വാധീനിക്കുന്നത്: അബ്സോർഷൻ, ഡിസോസിയേഷൻ ആൻഡ് സജസ്റ്റിബിലിറ്റി. ഈ അബ്സോർഷൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ആണ്ട് മുങ്ങിയിരിക്കുന്ന ഒരവസ്ഥ എന്ന് പറയാം. ഒരു പുസ്തകമൊക്കെ വായിച്ച് അതിൽ പൂർണ്ണമായിട്ടും മുഴുകി പെരിഫറൽ അവയർനെസ് ഒന്നും ഇല്ലാതിരിക്കുന്ന അവസ്ഥ, അബ്സോർഷൻ. ഡിസോസിയേഷൻ എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റിംഗ് ഔട്ട് ഫ്രം കോൺഷ്യസ്നെസ് എലമെന്റ്സ് ഓഫ് ദ പേഷ്യൻസ് ഐഡന്റിറ്റി, പെർസെപ്ഷൻ, മെമ്മറി. നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് വ്യതിരിക്തനായി, നമ്മുടെ കോൺഷ്യസിൽ നിന്നൊക്കെ വ്യതിരിക്തനായി മറ്റൊന്നായി മാറാനുള്ള കഴിവ്, ഡിസോസിയേഷൻ. സജസ്റ്റബിലിറ്റി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിർദ്ദേശങ്ങളോട്, സജഷൻസിനോട് പ്രതികരിക്കാനുള്ള കഴിവ്. ഇത് 3ഉം ഹിപ്നോട്ടിസിബിലിറ്റി എന്ന് പറയുന്ന ട്രെയ്റ്റിനെ സ്വാധീനിക്കുന്നുണ്ട്. എന്താണ് ഹിപ്നോട്ടിസുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോപ്പുലർ മിത്ത്? ഈ ഹിപ്നോട്ടിസം എന്ന് പറഞ്ഞാൽ ഒരു ചികിത്സകൻ അല്ലെങ്കിൽ ഹിപ്നോതെറാപ്പിസ്റ്റ് രോഗിയുടെ മേൽ പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു ട്രാൻസ് ആണ്. അദ്ദേഹത്തിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് രോഗി ഉറങ്ങുന്നത്. ഇത് യഥാർത്ഥത്തിൽ ശരിയല്ല എന്ന് നാം കണ്ടു കഴിഞ്ഞു. കാരണം ഹിപ്നോട്ടിസിബിലിറ്റി എന്ന് പറയുന്ന ട്രെയ്റ്റ് ആ വ്യക്തിയിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളതിനെ അനുസരിച്ചാണ് ആ വ്യക്തി ഹിപ്നോട്ടിസം എന്ന് പറയുന്ന കാര്യത്തിന് എങ്ങനെ വിധേയനാവണം എന്ന് തീരുമാനിക്കപ്പെടുന്നത്. ഇതിന് ഹിപ്നോട്ടിസിബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് EEG ഫൈൻഡിങ്സ് ഉണ്ട്, ഇലക്ട്രോ എൻസെഫലോഗ്രാം. അത് മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു പ്രധാന തെളിവ് എന്ന് പറയുന്നത് ഒരാളെ വേക്ക് ആയിരിക്കുമ്പോൾ ഉള്ള EEG ചേഞ്ചസ് ആണ് ഹിപ്നോട്ടൈസ്ഡ് ആയിരിക്കുമ്പോഴും അയാളിൽ കാണുന്നത് എന്നതാണ്. ഇൻക്രീസ്ഡ് ആൽഫ ആക്ടിവിറ്റി, തീറ്റ പവർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള EEGയുടെ ചില നിരീക്ഷണ ഫലങ്ങൾ ഇതിന് അടിവരയിടുന്നുണ്ട്. അതുപോലെ പെറ്റ് സ്കാൻ, പോസിട്രോൺ എമിഷൻ ടോണോഗ്രാഫി, ഒരു ഫങ്ഷണൽ ഇമേജിംഗ് മൊഡാലിറ്റിയാണ്. ഇത് മുന്നോട്ട് കൊണ്ടുവരുന്നത് ഈ ഹിപ്നോട്ടൈസ് ചെയ്യുന്ന വ്യക്തികളുടെ ദൃശ്യകേന്ദ്രത്തിലും ശ്രാവ്യ കേന്ദ്രത്തിലും ഒക്കെ അതിനനുസൃതമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ആ വ്യക്തിക്ക് കൊടുക്കുന്ന സമയത്ത് ബ്ലഡ് ഫ്ലോ കൂടും എന്നുള്ളതാണ്.
വേറൊരു സംഗതി ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഫാർമക്കോളജിക്കൽ എൻഹാൻസ്മെന്റ്. എന്താ ഫാർമക്കോളജിക്കൽ എൻഹാൻസ്മെന്റ്? ചില മരുന്നുകൾ കൊടുത്ത് നിങ്ങൾക്ക് ഹിപ്നോട്ടിസിബിലിറ്റിയെ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന് ചില മയക്കുമരുന്നുകൾ. ഈ ഹിപ്നോട്ടൈസബിൾ ആയിട്ടുള്ള ഹൈലി ഹിപ്നോട്ടൈസബിൾ ആയിട്ടുള്ള രോഗികളുടെ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്, തലച്ചോറിന്റെ ആവരണത്തിനെ ചുറ്റുന്ന അവിടുന്ന് കുത്തിയെടുക്കുന്ന ഒരു ജലം, സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്, ഇത് പരിശോധിച്ചപ്പോൾ അതിൽ ഹോമോവാനിലിക് ആസിഡ് എന്ന് പറയുന്ന ഒരു മെറ്റബോളൈറ്റ് കാണുകയുണ്ടായി. ഇത് ഡോപ്പമീൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ വിഘടിച്ചുണ്ടാകുന്നതാണ്. അതിന്റെ അർത്ഥം ഈ ഹിപ്നോട്ടൈസബിൾ ആയിട്ടുള്ള ആ ഹിപ്നോട്ടിസിബിലിറ്റി കൂടിയ വ്യക്തികളിൽ ഡോപ്പമീന്റെ അളവ് കൂടുതലാണ്. ഇതുകൊണ്ട് തന്നെ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നത് ഈ ഹിപ്നോട്ടിസിബിലിറ്റി എന്ന് പറയുന്ന ട്രെയ്റ്റിനെ നിർണായകമായിട്ട് സ്വാധീനിക്കും എന്നാണ് ഈ ഗവേഷണ ഫലം സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഹിപ്നോട്ടിസിബിലിറ്റി എന്ന് പറയുന്ന ട്രെയ്റ്റ് ഒരാളിൽ പ്രസന്റ് ആണോ അല്ലയോ എന്ന് കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ലഘുവായിട്ടുള്ള ടെസ്റ്റാണ് ഈ ഐ റോൾ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ. നമ്മൾ നെറ്റിയിലേക്ക് തറപ്പിച്ച് നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ നോക്കുന്ന ഒരാളോട് മിഴികൾ സാവധാനം കറക്കി അടയ്ക്കാനായിട്ട് പറയുക. അങ്ങനെ അടയ്ക്കുമ്പോൾ അയാളുടെ കൃഷ്ണമണിയുടെ താഴെ കോർണിയയ്ക്ക് താഴെയുള്ള സ്ക്ലീറ അത് എത്രമാത്രം, ആ വെളുത്ത ഭാഗം അത് എത്രമാത്രം വിസിബിൾ ആണ് എന്നുള്ളതിനെ അനുസൃതമായിട്ട് ഒരാളുടെ ഹിപ്നോട്ടിസിബിലിറ്റി നിങ്ങൾക്ക് കണക്കാക്കാം. താഴെയുള്ള കണ്ണുകൾ ശ്രദ്ധിക്കൂ. ഡി എന്നെഴുതിയത് അവർ ഹൈലി ഹിപ്നോട്ടിസിബിൾ ആണ്. എ എന്നെഴുതിയിട്ടുള്ള ഭാഗത്ത് തുറന്നിരിക്കുന്ന കണ്ണുകൾ, ഈ രീതിയിൽ നിരീക്ഷണ ഫലം വരുന്നവര് തീരെ ഹിപ്നോട്ടിസിബിൾ ആയിരിക്കില്ല. അപ്പൊ ഇതിന് കൃത്യമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള ഒരു നിർവചനം APA മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് ഇൻവോൾവിംഗ് ഫോക്കസ്ഡ് അറ്റൻഷൻ ആൻഡ് റെഡ്യൂസ്ഡ് പെരിഫറൽ അവയർനെസ് ക്യാരക്ടറൈസ്ഡ് ബൈ ആൻ എൻഹാൻസ്ഡ് കപ്പാസിറ്റി ഫോർ റെസ്പോൺസ് ടു സജഷൻസിനോട് പ്രതികരിക്കാനുള്ള ഒരു കഴിവ്. അവരിൽ പെരിഫറൽ അവയർനെസ്, ചുറ്റുപാടുകളെ കുറിച്ചുള്ള അവബോധം കുറവായിരിക്കും. അവരുടെ ഫോക്കസ്ഡ് അറ്റൻഷൻ വളരെ കൂടുതലായിരിക്കും. ഇതാണ് ഈ ഹിപ്നോട്ടിസത്തിന് APA മുന്നോട്ട് വയ്ക്കുന്ന ഒരു നിർവചനം. ഈ ഹിപ്നോട്ടിസിബിലിറ്റി ഉള്ളവരിൽ ഹിപ്നോട്ടിസം എന്ന് പറയുന്ന കാര്യം അല്ലെങ്കിൽ രീതി ചെയ്യുമ്പോഴുണ്ടാകുന്ന ഫിനോമിനൻസ്, പ്രതിഭാസങ്ങൾ, കാറ്റാലെപ്സി എന്ന് ഈ പ്രതിഭാസങ്ങളെ കുറിച്ചാണ് ഞാൻ വിവരിക്കുന്നത്. കാറ്റാലെപ്സി, അംനീഷ്യ, ഡിസോസിയേഷൻ. അംനീഷ്യ എന്ന് പറഞ്ഞാൽ ഓർമ്മക്കുറവ്. പല കാര്യങ്ങളും അവർക്ക് കൃത്യമായിട്ട് ഓർക്കാൻ പറ്റില്ല. ഇൻഹിബിഷൻ ഓർ ഡിസ്റപ്ഷൻ ഓഫ് മെമ്മറി. കാറ്റാലെപ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇൻവോളണ്ടറി ടോണിസിറ്റി ഓഫ് മസിൽസ്, നമ്മുടെ മസിലുകളൊക്കെ ഇരുമ്പൊലക്ക പോലെ ആയിത്തീരുന്ന അവസ്ഥ. ഡിസോസിയേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു. അനാൽജസിയ ആൻഡ് അനസ്തേഷ്യ, വേദന അനുഭവിക്കാൻ അല്ലെങ്കിൽ വേദനയിലുണ്ടാകുന്ന കുറവ്, വേദനയെ തടുക്കാനുള്ള അതിൻ്റെ കഴിവ്. അതുപോലെ ഹൈപ്പർ എസ്തേഷ്യ, ടച്ചിനോട് ഇൻക്രീസ്ഡ് ആയിട്ടുള്ള സെൻസിറ്റിവിറ്റി. സൊംനാംബുലിസം, ഹാലൂസിനേഷൻസ്. എന്താ ഹാലൂസിനേഷൻസ്? മായിക കാഴ്ചകൾ. മായിക കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത ശബ്ദങ്ങൾ കാതിൽ കേൾക്കുക, നമ്മുടെ മുമ്പിൽ ഇല്ലാത്ത കാഴ്ചകൾ കൺമുന്നിൽ കാണുക, അറിയാത്ത സ്പർശങ്ങളെ അനുഭവിക്കുക, അറിയാത്ത ഗന്ധങ്ങൾ, രുചികൾ, ഇതൊക്കെ അനുഭവിക്കുക. ഫാൾസ് പെർസെപ്ഷൻസ്, ഇതാണ് ഹാലൂസിനേഷൻസ്. ഹൈപ്പർ അംനീഷ്യ, ഏജ് റിഗ്രഷൻ, ടൈം ഡിസ്റ്റോർഷൻ, ഡീപേഴ്സണലൈസേഷൻ, ഇൻഡ്യൂസ്ഡ് ഡ്രീംസ്, ഇതൊക്കെ നമ്മുടെ ഈ ഹിപ്നോസിസിൽ അല്ലെങ്കിൽ ഹിപ്നോട്ടിസത്തിൽ സംഭവിക്കുന്ന, സബ്ജക്റ്റിൽ സംഭവിക്കുന്ന ചില ക്ലിനിക്കൽ ആയിട്ടുള്ള പ്രതിഭാസങ്ങൾ, ഫിനോമിനൻസ് ആണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയേണ്ടതായിട്ടുണ്ട്. ഡോർസോലാറ്ററൽ പ്രിഫ്രോണ്ടൽ കോർട്ടെക്സ്, ഇത് തലച്ചോറിലെ ഒരു ഭാഗമാണ്. തുടർച്ചയായിട്ട് മാഗ്നറ്റിക് സ്റ്റിമുലേഷൻ ഇതിന് കൊടുത്ത സമയത്ത് രോഗികൾക്ക് ഇൻക്രീസ്ഡ് ഹിപ്നോട്ടിസിബിലിറ്റി ഉണ്ടാകുന്നതായിട്ട് നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും അവസാനം ഇതിന്റെ ശാസ്ത്രീയ വശം അവസാനിക്കുകയാണ്. ഇതിന്റെ ഒരു കൺക്ലൂഷൻ സെന്റൻസ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്, ഹിപ്നോസിസ് ഇൻ ആൻഡ് ഓഫ് ഇറ്റ് സെൽഫ് ഈസ് നോട്ട് എ ട്രീറ്റ്മെന്റ്. ഇത് അതിൽ തന്നെ ഒരു ചികിത്സയല്ല, ഇറ്റ്സ് എ മീഡിയം ഓഫ് ട്രീറ്റ്മെന്റ്. ഹിപ്നോട്ടിസം അല്ലെങ്കിൽ ഹിപ്നോസിസ് എന്ന് പറഞ്ഞാൽ ചികിത്സകൾ കൊടുക്കാനായിട്ട് പല രീതിയിലുള്ള CBT പോലെയുള്ള ചില സൈക്കോതെറാപ്പികൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മീഡിയം മാത്രമാണ് ഹിപ്നോട്ടിസം അല്ലെങ്കിൽ ഹിപ്നോസിസ്. അതിൽ തന്നെ ഒരു ചികിത്സാ രീതിയല്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എൻ്റെ എനിക്ക് പറയാനുള്ള മറ്റ് ചില സാമൂഹ്യമായിട്ടുള്ള ചില വശങ്ങളിലേക്ക് ഞാൻ വരികയാണ്.
ഇത് നമ്മുടെ പാലക്കാട് റോയൽസ് ലയൺസ് ക്ലബ്ബും റോസ് ട്രാൻസിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടും കൂടി ചേർന്ന് വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തിയിട്ടുള്ള ഒരു ക്ലാസിന്റെ പരസ്യമാണ്. അതിന്റെ പേര് ഹിപ്നോരമ, വിനോദത്തിലൂടെ വിജ്ഞാനം. 31/8/2019 കാലത്ത് 11 മണിക്ക് SS സ്കൂൾ ഓഫ് നഴ്സിംഗ് പാലക്കാട്. നയിക്കുന്നത് പ്രൊഫസർ ഹിപ്നോ പി കെ നാരായണൻ. പി കെ നാരായണൻ മാഷ് ആരാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അദ്ദേഹം AT കോവൂരിന്റെ പാരമ്പര്യത്തിൽ വന്ന, AT കോവൂർ ഇന്ത്യ മുഴുവൻ സന്ദർശിച്ച് ഈ ഹിപ്നോട്ടിസം എന്ന് പറയുന്ന രീതിയിലൂടെ ദിവ്യാത്ഭുത അനാവരണം നടത്തിയിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ വലങ്കൈയായിട്ട് നിന്നിരുന്ന ഹിപ്നോട്ടിസ്റ്റാണ് പി കെ നാരായണൻ മാഷ്. പി കെ നാരായണൻ മാഷാണ് കുട്ടികൾക്ക് വേണ്ടി 2019 8-ാം മാസം 31-ാം തീയതി ഹിപ്നോരമ എന്ന് പറയുന്ന പരിപാടി പാലക്കാട് വെച്ച് ചെയ്തത്. അദ്ദേഹം സ്വയം വിശേഷിപ്പിക്കുന്നത് പ്രൊഫസർ ഹിപ്നോ എന്നാണ്. അത് ആ പരസ്യത്തിൽ നിങ്ങൾക്ക് കാണാം. ഇത് മലയാള മനോരമയിലോ മറ്റോ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു പരസ്യം അല്ലെങ്കിൽ ഒരു വാർത്തയാണ്. ഇത് ആ പരിപാടിയുടെ ഫോട്ടോസാണ്. നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ കാണാം. സ്കൂൾ വിദ്യാർത്ഥികളാണ് വേദിയിലിരിക്കുന്നത്. വേദിയിലുള്ള സ്കൂൾ വിദ്യാർത്ഥികളെ പി കെ നാരായണൻ മാഷ് ചില നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. ഈ ചിത്രം അവർ സ്റ്റേജ് ഹിപ്നോട്ടിസം അല്ലെങ്കിൽ ഈ സ്റ്റേജ് ഷോ, ഹിപ്നോട്ടിസത്തിന്റെ സ്റ്റേജ് ഷോകൾ നടത്തുക എന്ന് പറയുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതുപോലെ നടത്തുന്ന ഒരു സ്റ്റേജ് ഷോയാണിത്. വേദിയിലെ സദസ്സിലുള്ള നാരായണൻ മാഷ് അടക്കമുള്ള ആൾക്കാർ തലയെ കൈവച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഹിപ്നോട്ടിസത്തിന്റെ ഒരു, ഞാൻ നേരത്തെ വിശദീകരിച്ച ചില ക്ലിനിക്കൽ പ്രതിഭാസങ്ങൾ, ചില ഫിനോമിനൻസ് ഒരു ഷോ ആയിട്ട് അവിടെ അവതരിപ്പിക്കുന്ന അതിന്റെ ഫോട്ടോസാണ് ഈ കാണുന്നത്. ഈ രംഗങ്ങൾ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഈ പടത്തിൽ കാണുന്ന സംഗതിയാണ്. ഇത് ആരാന്ന് ഒരുപക്ഷെ പുതിയ തലമുറയിലുള്ള ആളുകൾക്ക് ഈ ചിത്രത്തിൽ പറയുന്നത് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. ഒരുപക്ഷെ കുറച്ച് പഴയ തലമുറയിലുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇത് തേക്കൊട്ട എന്നൊക്കെ മധ്യ തിരുവിതാംകൂറില് കാർഷിക ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കാർഷിക ഉപകരണമാണ് തേക്കൊട്ട. ഇതിനൊരു അടിക്കയറുണ്ട്, ഒരു വാക്കയറുണ്ട്. മുകളിലും താഴെയും കെട്ടിയിരിക്കുന്ന 2 കയറുകൾ. ഈ കയറുകള് യഥാക്രമം വലിച്ചാണ് വെള്ളം തേകുന്നത്. ചെറിയ ചെറിയ കുളങ്ങളൊക്കെ തേകി വറ്റിക്കാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കാർഷിക ഉപകരണമാണ്. എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ സ്റ്റേജ് ഹിപ്നോട്ടിസം കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഈ തേക്കൊട്ടയാണ്. എന്തുകൊണ്ടാണ് ഓർമ്മ വരാൻ കാരണം? കാലഹരണപ്പെട്ട് പഴകി ആധുനിക മനോരോഗ വിജ്ഞാനീയം ഒരു മൂലക്കിലേക്ക് നീക്കി വെച്ചിരിക്കുന്ന ഒന്നാണ് ഹിപ്നോതെറാപ്പിയും ഹിപ്നോട്ടിസവും. ഒരുപാട് കാലം മനോരോഗ വിജ്ഞാനീയത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് തടയിട്ട ഒന്നാണ് സൈക്കോ അനാലിസിസ്. ഈ ഹിപ്നോട്ടിസം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിരീക്ഷണങ്ങളും ഗവേഷണങ്ങളും ഒക്കെ പണ്ട് കെമിസ്ട്രിയുടെ വികാസത്തിന് എൻലൈറ്റ്മെന്റ് പീരീഡിലും അതിനു മുമ്പും ഒക്കെ തടയിട്ട ഒന്നായിരുന്നു എലിക്സിയർ ഓഫ് ലൈഫ്, ജീവാമൃതം, തത്വജ്ഞാനിയുടെ കല്ല്, ഫിലോസഫേഴ്സ് സ്റ്റോൺ. ഇങ്ങനെയൊക്കെയുള്ള ഒരിക്കലും നടക്കാത്ത ചില സാധനങ്ങൾ കണ്ടുപിടിക്കാനുള്ള ശ്രമമായിരുന്നു അന്നത്തെ കെമിസ്റ്റുകൾ നടത്തിയിരുന്നത്. അത് ആധുനിക ശാസ്ത്രത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ തടഞ്ഞു. അതുപോലെ പതിറ്റാണ്ടുകളോളം മനോരോഗ വിജ്ഞാനീയത്തിന്റെ മുകളിൽ കരിനിഴല് വിരിച്ചുകൊണ്ടിരുന്ന ഒന്നാണ് ഈ സൈക്കോ അനാലിസിസും അതുപോലെ ഈ ഹിപ്നോതെറാപ്പിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതാണ് ഇന്ന് 2019 മനോരോഗ വിജ്ഞാനീയത്തിന്റെ ശാസ്ത്ര പ്രചാരണത്തിന്റെ മുഖവും കുന്തമുനയുമായിട്ട് സ്വതന്ത്ര ചിന്തകര് മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളത് ഖേദകരമാണ്, ലജ്ജാകരമാണ്, എതിർക്കപ്പെടേണ്ടതാണ്. അത് തേക്കൊട്ട പോലെ, ആധുനിക ലോകത്തെ ഒരു തേക്കൊട്ട പോലെ നിരർത്ഥകമാണ്. തേക്കൊട്ട കൊണ്ട് ചെറിയ കുളം കോരി വറ്റിക്കാം. അതുകൊണ്ട് നിങ്ങൾ എന്തിനാണ് അതിനെ തള്ളി പറയുന്നത് എന്ന് ഇന്നൊരാൾ ചോദിക്കുന്നതിന്റെ യുക്തി മാത്രമേ ഹിപ്നോട്ടിസം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഹിപ്നോട്ടിസത്തെ ആധാരമാക്കി മുന്നോട്ട് വയ്ക്കുന്ന ഹിപ്നോതെറാപ്പിക്ക് ആധുനിക മനോവിജ്ഞാനീയത്തിലുള്ളൂ എന്നുള്ള ആശയമാണ് ഞാൻ പറയാനായിട്ട് ശ്രമിച്ചത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മുടെ സ്വതന്ത്ര ഇന്ത്യനായിട്ടുള്ള മൈത്രേയന്റെ ഒരു പുസ്തകം ഉണ്ടായിരുന്നു, മനുഷ്യരറിയാൻ. ഈയിടെ ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ വിമർശനങ്ങൾ നടത്തിയിട്ടുണ്ടായി. അപ്പൊ അദ്ദേഹം അതിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, അദ്ദേഹം സൈക്യാട്രിക് അപടശാസ്ത്രമാണ് എന്ന് പറഞ്ഞതിനെ ഞാൻ വിമർശിച്ചു. ഈ കാര്യത്തെ വിമർശിച്ചിരുന്നില്ല. ഇത് അദ്ദേഹം കഞ്ചാവിനെ അനുകൂലിച്ച് സംസാരിക്കുകയാണ്. സത്യത്തിൽ കഞ്ചാവിനോളം മാനസിക ഉല്ലാസദായകവും ആർത്തി ഉളവാക്കാത്തതുമായ മറ്റൊരു മരുന്നില്ല.
മദ്യം, പുകയില, മറ്റു മയക്കുമരുന്നുകൾ എന്നിവയിൽ നിന്ന് സാവധാനം ഒരാളെ മോചിപ്പിച്ചെടുക്കാൻ ഇടനിലക്കാരനായി ഉപയോഗിക്കാൻ പോലും കഞ്ചാവ് യോഗ്യനാണ്. കഞ്ചാവ് കൃഷിയെയും കൃഷിക്കാരെയും ഇപ്പോൾ അടിച്ചമർത്തുന്ന രീതിയിൽ അടിച്ചമർത്തേണ്ട യാതൊരു ആവശ്യവുമില്ല. മനുഷ്യരറിയാൻ എന്ന് പറയുന്ന പുസ്തകത്തില് 2010 ശേഷം പ്രസിദ്ധീകൃതമായ പുസ്തകത്തിൽ മൈത്രേയൻ മുന്നോട്ട് വയ്ക്കുന്ന ആശയമാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ പോലെ പുരോഗമന ചിന്ത മുന്നോട്ട് വയ്ക്കുന്ന ഒരു വ്യക്തി ഇത്രമാത്രം പിന്നോട്ടടിക്കുന്ന ഒരാശയം പറയാനുള്ള കാരണം? ആധുനിക മനോരോഗ വിജ്ഞാനീയത്തെ കുറിച്ചുള്ള ധാരണ പിശകാണ് അതിന് കാരണം. കൗണ്ടർ കൾച്ചർ എന്ന് പറയുന്ന ഹിപ്പി സംസ്കാരത്തിന്റെ പാരമ്പര്യത്തിൽ നിന്ന് ഈ ലിബറൽ മൂല്യങ്ങളും കഞ്ചാവും തമ്മിലൊരു ഒട്ടിപ്പോ നെയിം സ്ലിപ്പ് പോലെ ഒരു ഒട്ടിപ്പ് നടന്നിട്ടുണ്ട്. ഈ ലിബറൽ മൂല്യങ്ങൾ കയ്യേറുന്നവര്, കൊണ്ടു നടക്കുന്നവര് കുറച്ച് കഞ്ചാവ് വലിക്കുന്നവരാണ് എന്നുള്ള ധാരണ 60കളിലും 70കളിലും ഒക്കെ ശക്തമായി. അതുകൊണ്ടാണ് കഞ്ചാവിനൊരു വിശുദ്ധ പരിവേഷം കിട്ടുന്നത്. യഥാർത്ഥത്തിൽ ഇത് ചിത്തഭ്രമ രോഗം വരുത്തുന്ന അതീവ ഗുരുതരമായിട്ടുള്ള ഒരു മയക്കുമരുന്നും ഒരു സാമൂഹിക തിന്മയുമാണ്. അതുകൊണ്ട് എതിർക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ട് ഒരാൾ സ്വതന്ത്ര ചിന്തകനാണ്. ഇത് സ്വതന്ത്ര ചിന്തയുടെ പാരമ്പര്യത്തിൽ വരുന്നതാണ്. ലിബറൽ മൂല്യങ്ങൾ നെഞ്ചേറ്റിയവർ ഒരു കാലത്ത് ഇത് ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് ഇന്നത്തെ കാലത്ത് ആധുനിക ലോകത്ത് അതിനെ വീണ്ടും ചുമന്നുകൊണ്ട് നടക്കാനുള്ള ഒരു കാരണമല്ല. ഇപ്പോ ഈ ഇന്ത്യൻ ഏതിസത്തിന്റെ യുക്തിചിന്തയുടെ ഒക്കെ ചരിത്രം പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മൾ പറയാറുള്ള ഒന്നാണ് ചാർവാകന്മാർ, ചാർവാക മതം. ചാർവാകന്മാർ അന്നത്തെ പഞ്ചഭൂത സിദ്ധാന്തത്തെ എതിർത്തു. അവര് അത് 4 ഭൂതങ്ങൾ മാത്രമേ ഉള്ളൂ, 5 ഇല്ല എന്ന് പറഞ്ഞു. ചാർവാകന്മാർ അന്നത്തെ കാലത്തെ തന്നെ അന്നത്തെ വ്യവസ്ഥാപിത മതത്തിനും വേദാന്തത്തിനും എതിരെ നിലകൊണ്ടു എന്നുള്ളത് കൊണ്ട് ഇന്ന് അവര് പറഞ്ഞ ആദർശം നമ്മൾ കയ്യേക്കണം, നമ്മളത് എടുത്തോണ്ട് നടക്കണം എന്നുള്ളൊരു വാദം ഒരാൾ മുന്നോട്ട് വെച്ചാൽ അത് എത്രമാത്രം ബാലിശമായിരിക്കും. ചാർവാക സിദ്ധാന്തങ്ങളുടെ പലതിൻ്റെയും സ്ഥാനം ഇന്ന് ചവറ്റുകൊട്ടയിലാണ്. അങ്ങനെയാണ് യുക്തിചിന്തയും സ്വതന്ത്ര ചിന്തയും മുന്നോട്ട് പോകേണ്ടത്. ഇത് AT കോവൂരിന്റെ തന്നെ പാരമ്പര്യത്തിൽ വരികയും പിന്നീട് വലിയ ഹിപ്നോതെറാപ്പിസ്റ്റുകളായിട്ട് കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ നിൽക്കുകയും ചെയ്ത 2 വ്യക്തികളാണുള്ളത്. ഒരാളുടെ പേര് ഞാൻ പറഞ്ഞു, PK നാരായണൻ മാഷ്. രണ്ടാമത്തെ ആള് ജോൺസൺ ഐരൂർ മാഷാണ്. ഇത് അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്, ഒരു ഹിപ്നോട്ടിസ്റ്റിന്റെ അനുഭവങ്ങൾ. DC ബുക്സ് പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. ഇത് അദ്ദേഹത്തിന്റെ ജീവചരിത്ര സൂചിയാണ്. അദ്ദേഹം അതിൽ പറയുന്നത് ബ്രിട്ടീഷ് സർക്കാരിന്റെ നാഷണൽ ഒക്കുപേഷൻ സ്റ്റാൻഡേർഡ് പ്രകാരം ഹിപ്നോതെറാപ്പി പ്രാക്ടീഷണർ ഡിപ്ലോമ ലഭിക്കുന്ന ആദ്യത്തെ ഭാരതീയനാണ് ജോൺസൺ ഐരൂർ മാഷ്. ഇത് AT കോവൂരും നാസ്തികൻ സണ്ണിയും ഒക്കെ ആയിട്ട് ഇരിക്കുന്ന ചിത്രമാണ് ജോൺസൺ ഐരൂരിന്റെ. അദ്ദേഹം കോവൂരിന്റെ കൂടെ ചേർന്ന് ഈ ഇന്ത്യ ഒട്ടാകെയുള്ള പര്യടനങ്ങൾ തുടങ്ങുന്ന കാലത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ എഴുതുന്നുണ്ട്. പ്രൊഫസർ കോവൂരിന്റെ ദിവ്യാത്ഭുത അനാവരണ സംഘത്തിൽ പ്രസ് സെക്രട്ടറി ആയിട്ടാണ് ഞാൻ ചേർന്നതെങ്കിലും അതിനേക്കാൾ ഉപരി എന്റെ ഉദ്ദേശം ഹിപ്നോട്ടിസത്തിൽ പ്രായോഗിക പരിശീലനം നേടുക എന്നതായിരുന്നു. PK നാരായണനായിരുന്നു പര്യടന സംഘത്തിന്റെ ഹിപ്നോട്ടിസ്റ്റ്. ഇങ്ങനെ അദ്ദേഹം ആ കാലത്തെക്കുറിച്ച് പറയുകയാണ്. അപ്പോ അന്ന് ഈ സ്റ്റേജ് ഷോകൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക, ആളുകളെ വേദിയിൽ നിന്ന് വിളിക്കുക, തുടക്കത്തിലൊരു സജസ്റ്റബിലിറ്റി ടെസ്റ്റ് കൊടുക്കുക, നല്ലപോലെ സജസ്റ്റബിൾ ആയിട്ടുള്ള ആളുകളെ തെരഞ്ഞെടുക്കുക, അവരെ ഹിപ്നോട്ടിസത്തിന് വിധേയമാക്കുക, അവരുടെ മതം അനുസരിച്ച് അവരെ ഒന്നുകിൽ ക്രിസ്തീയ സ്വർഗത്തിലേക്കോ ഹിന്ദു സ്വർഗത്തിലേക്കോ മുസ്ലിം സ്വർഗത്തിലേക്കോ നയിക്കുക, അവരുടെ അനുഭവങ്ങൾ ഇങ്ങനെ മൈക്കി കൂടെ കേൾപ്പിക്കുക. അതിനുശേഷം ഇത് വെറും ഒരു അനുഭൂതിയാണ്, തോന്നലാണ്, ഓരോരുത്തരുടെയും മതവിശ്വാസം അനുസരിച്ചാണ് നിങ്ങളുടെ തോന്നലുകൾ രൂപപ്പെടുന്നത് എന്ന് പ്രഖ്യാപിക്കുക. ഇത് അത്ഭുത അനാവരണത്തിന് ഉപയോഗിക്കുക. ഇതൊക്കെയായിരുന്നു 70കളിലും 60കളിലും ഒക്കെ നടന്നിരുന്നത്. അതിന് അവരിട്ട പേരാണ് മെന്റാരമ. ആ ഷോയ്ക്കുള്ള ഒരു പേരായിരുന്നു മെന്റാരമ. ഇത് മെന്റാരമയുടെ ഷോ നടന്ന സമയത്ത് പുനത്തിൽ കുഞ്ഞനബ്ദുള്ള, നമ്മുടെ സ്മാരക ശിലകളുടെ കർത്താവായിട്ടുള്ള നിര്യാതനായ പുനത്തിൽ കുഞ്ഞബ്ദുള്ള വേദിയിലേക്ക് കടന്നു വരികയും ഈ ഹിപ്നോട്ടിസത്തിലൂടെ അനസ്തേഷ്യയിലാക്കിയിട്ടുള്ള ഒരു പേഷ്യന്റിന്റെ മേത്ത് സൂചി കുത്തിക്കയറ്റി ആ പേഷ്യന്റ് അനസ്തേഷ്യയിലാണെന്ന് ഉറപ്പുവരുത്തുകയും അതിന് പിന്നീട് മാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്തയാകുകയും അത് ഹിപ്നോട്ടിസത്തിന്റെ പ്രചാരണത്തിന് സഹായകമാകുകയും ചെയ്തു എന്നുള്ള കാര്യമാണ് അദ്ദേഹം ആത്മകഥയിൽ പറയുന്നത്. അദ്ദേഹം ആത്മകഥയിൽ വിവരിക്കുന്ന മറ്റൊരു കാര്യം ഇതാണ്, എങ്ങനെ ഒരു സ്റ്റേജ് ഹിപ്നോട്ടിസത്തിന് സഹായിയായി നിന്ന ജോൺസൺ ഐരൂര് പിന്നീട് ഒരു കരിയറിസ്റ്റായി മാറുന്നു എന്നുള്ളതും അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ പറയുന്നുണ്ട്. രാത്രിയും പകലും ആളുകൾ കേരളത്തിന്റെ നാനാഭാഗത്തു നിന്നും ഒരു മുന്നറിയിപ്പും ഇല്ലാതെ എത്താൻ തുടങ്ങി.
ആളുകളെ നോക്കി വരുമ്പോൾ പുലർച്ചെ 2 തൊട്ട് 3 മണി വരെ ആകുമായിരുന്നു. അദ്ദേഹം അതിന്റെ ആ വിവരണത്തിന്റെ അവസാനം പറയുന്ന ഇതാണ്: ഊണും ഉറക്കവും ഉപേക്ഷിച്ചുള്ള കഠിനാധ്വാനം നടത്തിയെങ്കിലും അതെന്നെ ക്ഷീണിപ്പിച്ചില്ല. ഓരോ മനസ്സും എന്നിൽ അത്ഭുതം സൃഷ്ടിച്ചുകൊണ്ടിരുന്നു. ദസ്തയേവ്സ്കിയും ഫ്രോയിഡും സഞ്ചരിച്ച വഴികളിലൂടെയുള്ള എൻ്റെ സാഹസികവും അപകടകരവുമായ യാത്ര എന്നെ ലഹരി പിടിപ്പിച്ചു. അദ്ദേഹം വളരെ വിചിത്രമായ ഒരാശയം കൂടി അതിന്റെ താഴെ പറയുന്നുണ്ട്. ഒരാളെ ഹിപ്നോട്ടിക് മയക്കത്തിലെത്തിക്കണമെങ്കിൽ ഞാനും ആ സമയം ഏതാണ്ട് അതേ അവസ്ഥയിൽ തന്നെ ആയിരിക്കണം. ഹിപ്നോട്ടിസ്റ്റ് ഒരുതരം സെൽഫ് ഹിപ്നോസിസിലും കക്ഷി ഹെട്രോ ഹിപ്നോസിസിലും ആയിരിക്കണം. ലോകത്തൊരിടത്തും നിലനിൽക്കാത്ത ആശയങ്ങളാണ് ജോൺസൺ ഐരൂരി ഹിപ്നോതെറാപ്പി എന്ന് പറയുന്ന സംഗതിയെ കുറിച്ച് പറഞ്ഞത്. സ്വയമാർജിതമായിട്ടുള്ള സിദ്ധാന്തങ്ങൾ അദ്ദേഹം മാതൃകയാക്കിയിട്ടുള്ള പിന്നീട് അദ്ദേഹം തള്ളി പറഞ്ഞു. ഫ്രോയിഡിനെ പോലെ ആം ചെയർ ഫിലോസഫി, ചാരുകസേര സിദ്ധാന്തങ്ങൾ. ചാരുകസേരയില് കൊക്കൈൻ അടിച്ച് മയങ്ങിയിരുന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡ് അദ്ദേഹത്തിന്റെ ആശയലോകം പടുത്തുയർത്തിയത്. ഇത് എൻ്റെ അഭിപ്രായമല്ല, ചരിത്രമാണ്. അതുപോലെ ചാരുകസേര സിദ്ധാന്തങ്ങൾ മെനയുക, അത് ഇതിന്റെ താഴെ ഒട്ടിക്കുക. ഇത് കേരളത്തിലെ യുക്തിചിന്തയുടെ മുഖവും നാവുമായിട്ട് തീരുക, അത് പൊതുബോധത്തിലേക്ക് അലിഞ്ഞു തീരുക. 2019 സ്കൂൾ കുട്ടികളെ വിളിച്ച് സ്റ്റേജ് ഷോ നടത്തുക, കാലത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ ഈ സംഗതിയെ ശാസ്ത്ര പ്രചാരണത്തിന്റെ ആയുധമായിട്ട് ഉപയോഗിക്കുക. ചെറിയ കുട്ടികളുടെ മനസ്സിലേക്ക് ഇതാണ് മനസ്സിനെ തുറക്കാനുള്ള താക്കോൽ, ഇതാ മനസ്സിനെ തുറക്കുന്ന അത്ഭുതകരമായിട്ടുള്ള ഹിപ്നോട്ടിസത്തിന്റെ താക്കോൽ എന്നുള്ള സന്ദേശം കൊടുക്കുക. അടുത്ത തലമുറയെ കൂടി പോയിസൺ ചെയ്യുക. ഇത് മനഃപൂർവ്വം അവരാരും ചെയ്താന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അവർക്ക് കാലഘട്ടത്തിന്റെ പരിമിതിയുണ്ട്. നമ്മൾ പാരമ്പര്യ ഘോഷണം നടത്തിയാൽ മാത്രം പോരാ. ചില പാരമ്പര്യത്തിന്റെ ഘടകങ്ങളെയും ആശയങ്ങളെയും തള്ളിക്കളഞ്ഞും നവീകരിച്ചും ഉൾക്കൊള്ളേണ്ടതിനെ ഉൾക്കൊണ്ട് മാത്രമേ സ്വതന്ത്ര ചിന്തയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. ഇത് ചിന്താരവി ഭാഷാഭൂഷണിയിൽ ജോൺസൺ ഐരൂരിനെ കുറിച്ച് എഴുതിയൊരു റിപ്പോർട്ടാണ്. എങ്ങനെ ചെരുപ്പ് കച്ചവടക്കാരനായിട്ടുള്ള ജോൺസൺ ഐരൂര് ഒരു നല്ല ആദായ മാർഗം കണ്ടുപിടിച്ചു എന്നാണ് അദ്ദേഹം എഴുതുന്നത്. ജോൺസന്റെ വിപുലവും ആദായകരവുമായ ഞങ്ങൾ ചെന്ന് കണ്ട ദിവസവും ചിലർ മാനസിക സംഘർഷങ്ങളുമായി ചിലർ ജോൺസനെ കാണുവാൻ എത്തിയിരുന്നു. ഏതായാലും ചെരുപ്പ് കച്ചവടത്തെക്കാളും മികച്ച ഒരു ആദായ മാർഗമാണ് ഈ സുഹൃത്തിന് ഇപ്പോൾ ഹിപ്നോട്ടിസം. ചിന്താരവി ഭാഷാഭൂഷണിയിൽ എഴുതിയതാണ്, ഞാൻ കമന്റ് ചെയ്യുന്നില്ല. ഇത് കോട്ടക്കലിലെ ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടില് ജോൺസൺ ഐരൂർ പ്രബന്ധം അവതരിപ്പിച്ചതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നതാണ്. അദ്ദേഹം ഈ ഹിപ്നോട്ടിസത്തിനെ തലയിലേറ്റി കരിയറിസ്റ്റായി മാറി അവസാനം ആയുർവേദം, NLP, യോഗ എന്ന് വേണ്ട ഈ നാട്ടിലുള്ള എല്ലാ ഊടായ്പ സാധനങ്ങളെയും സപ്പോർട്ട് ചെയ്യുകയും അതിൻ്റെ വേദിയിലൊക്കെ ചെന്ന് ഹിപ്നോട്ടിസത്തെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് എത്തി എന്നുള്ളത് ഖേദകരമായിട്ടുള്ള ഒരു വസ്തുതയാണ്. ഇത് അദ്ദേഹത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഡിഗ്രി സമ്പാദിച്ചതിനെ കുറിച്ച് അദ്ദേഹം തന്നെ എഴുതിയതാണ്. 2 തരത്തിലാണ് അവർ പരീക്ഷ നടത്തിയിരുന്നത്. ഒന്ന്, അവരുടെ അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്ന് പരിശീലനം നേടിയ ശേഷം തിസീസും ചോദ്യോത്തരങ്ങളും അടങ്ങുന്ന തിയറി പരീക്ഷയും ഹിപ്നോട്ടൈസ് ചെയ്ത് കാണിച്ചുകൊണ്ടുള്ള പ്രാക്ടിക്കൽ പരീക്ഷയും. 2, ഈ രംഗത്തെ പരിചയസമ്പന്നർക്ക് അവരുടെ കോച്ചിങ് ഇല്ലാതെ തന്നെ പരീക്ഷയിൽ പങ്കെടുക്കാം. അതിനായി ഹിപ്നോട്ടൈസ് ചെയ്യുന്ന റെക്കോർഡ് ചെയ്ത CD-യും അവർ തരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും തീസീസും അയച്ചു കൊടുക്കുക. ഞാൻ 2ാമത്തെ സ്കീമിൽ ചേർന്ന് പരീക്ഷ എഴുതി CD-യും അയച്ചു, A+ റാങ്കോട് കൂടി പാസ്സായി. അങ്ങനെയാണ് അദ്ദേഹം ബ്രിട്ടീഷ് അംഗീകാരമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഭാരതീയനായിട്ടുള്ള ഹിപ്നോട്ടൈസർ ആവുന്നത്. യഥാർത്ഥത്തിൽ ഈ മനോരോഗ വിജ്ഞാനീയം അഥവാ സൈക്യാട്രി എന്ന് പറയുന്നത് MBBS എന്ന് പറയുന്ന കോഴ്സ് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സാണ്. 5-6 വർഷങ്ങൾ MBBS പഠിച്ച ഒരു ഡോക്ടർ പിന്നീട് 3 വർഷത്തെ ക്ലിനിക്കൽ പരിശീലനം മനോരോഗ വിജ്ഞാനീയത്തിൽ നേടി വളരെ ഗൗരവപ്പെട്ട ഒരു പരീക്ഷ പാസ്സായി പിന്നീട് വർഷങ്ങളുടെ പ്രാക്ടീസിൽ കൂടെ കണ്ടെത്തുന്ന, മനസ്സിലാക്കുന്ന, പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വൈജ്ഞാനിക മേഖലയാണ് മനോരോഗ വിജ്ഞാനീയം അഥവാ സൈക്യാട്രി. ആ മേഖലയെക്കുറിച്ച് ആധികാരികമായി അഭിപ്രായം പറയാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് ഈ CD-യിലൂടെ ലഭ്യമായി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ അതിനെക്കുറിച്ച് കമന്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ മലയാളത്തില് മധ്യ തിരുവിതാംകൂറിലുള്ള ഒരുപാട് ചൊല്ലുകൾ എൻ്റെ വായിൽ വരും. ഒരു ചൊല്ലുണ്ട്, നരിവാലുകൊണ്ട് കടലാഴം അളക്കരുത്. കടലിന്റെ ആഴം അളക്കാനുള്ള ഏകകമല്ല നരിയുടെ വാല്. നരിവാലുകൊണ്ട് കടലാഴം അളക്കുകയാണ് ഹിപ്നോട്ടിസം, ഹിപ്നോതെറാപ്പി കൊണ്ട് മനോരോഗ വിജ്ഞാനീയത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. 100 കണക്കിന് മനോരോഗങ്ങളും അതിൽ തന്നെ ഗുരുതര മനോരോഗങ്ങൾ, ലഘു മനോരോഗങ്ങൾ,
ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ്, സബ്സ്റ്റൻസ് യൂസ് എന്നിങ്ങനെ നിരവധിയായിട്ടുള്ള മനോരോഗങ്ങളും അവയുടെ ഉൾപ്പിരിവുകളും അടങ്ങുന്ന ഒന്നാണ് മനോരോഗ വിജ്ഞാനീയം. അതിനെ അളക്കാനും മനസ്സിലാക്കാനും അഭിപ്രായം പറയാനുമുള്ള ഒരു ഏകകമല്ല ഹിപ്നോട്ടിസം അല്ലെങ്കിൽ ഹിപ്നോതെറാപ്പി. അത് നരിവാലുകൊണ്ട് കടലാഴം അളക്കുന്നത് പോലെ നിരർത്ഥകമാണ്, കഥയില്ലാത്തതാണ്. ഇത് പി കെ നാരായണൻ മാഷിന്റെ പുസ്തകമാണ്, DC ബുക്സ് പ്രസിദ്ധീകരിച്ചതാണ്. നിങ്ങൾക്കും ഹിപ്നോട്ടിസം പഠിക്കാം, അതാണ്. അദ്ദേഹം അപ്പുറത്ത് മെന്റാരമയായിരുന്നു, അദ്ദേഹം ഹിപ്നോരമയാണ്. അദ്ദേഹം 19 ഓഗസ്റ്റിൽ പരിപാടി അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹം സ്വയം വിളിച്ചത് പ്രൊഫസർ ഹിപ്നോ എന്നാണ്. അത് ഞാൻ നേരത്തെ ആ പോസ്റ്റർ നിങ്ങളെ കാണിച്ചു തന്നു. ഇത് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ നിന്ന് എടുത്ത സ്ക്രീൻഷോട്ടുകളാണ്. ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വായിക്കുന്നില്ല. ഈ ഹിപ്നോട്ടിക് നിദ്രയുടെ വിവിധ ഘട്ടങ്ങളെ കുറിച്ചൊക്കെ അദ്ദേഹം പറയാണ്. തുല്യതാഘട്ടം, അയുക്ത ആഭാസഘട്ടം, അതിവിരുദ്ധാഭാസഘട്ടം, നിദ്രാഭൂതഘട്ടം. ഇതൊക്കെ സ്യൂഡോ സയൻസ് എന്നല്ലാതെ യാതൊരു ശാസ്ത്രീയ അടിത്തറയുമില്ലാതെ ഉള്ള ആം ചെയർ ഫിലോസഫികളും സ്വയമാർജിത സിദ്ധാന്തങ്ങളുമാണ് ശാസ്ത്രം എന്നുള്ള രീതിയിൽ പറയുന്നത്. ഇതെന്തുകൊണ്ടാണ് വിമർശന വിധേയമാക്കേണ്ടത്? ഒരു സ്വതന്ത്ര ചിന്തകൻ അശാസ്ത്രീയമായ കാര്യം പറയുമ്പോൾ അതിന് ഗൗരവം കൂടും. ഒരു സ്വതന്ത്ര ചിന്തകൻ അല്ലെങ്കിൽ ഒരു യുക്തിവാദി ഒരു കാര്യത്തെ ഏറ്റിക്കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ അതിന് അതിൻ്റെതായ മൂല്യം വേണം, അല്ലെങ്കിൽ അത് വിമർശിക്കേണ്ടി വരും. അത് നവോത്ഥാനത്തിന്റെ ബാധ്യതയാണ്, ശാസ്ത്രപ്രചാരണത്തിന്റെ ബാധ്യതയാണ്. അതിൽ വ്യക്തിപരമായിട്ടൊന്നുമില്ല. ഇത് മനോരോഗങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നതിനെ കുറിച്ചുള്ള പി കെ നാരായണൻ മാഷിന്റെ സ്വയമാർജിത സിദ്ധാന്തമാണ്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിലുണ്ടത്, വായിച്ചു നോക്കാം. DC ബുക്സ്, 70 rupees. രോഗചികിത്സയുടെ പൊതു സ്വഭാവം ഇങ്ങനെയാണെങ്കിൽ മാനസിക രോഗത്തിന്റെ കാര്യമോ? പലതരത്തിലുള്ള ചുറ്റുപാടുകളിൽ നിന്നും ഉതിർന്നെത്തിച്ചേരുന്ന ചോദനകൾ നാഡീകേന്ദ്രത്തിൽ ഉളവാക്കുന്ന സ്വാധീനം മൂലം സൃഷ്ടിക്കപ്പെടുന്നതായ അവ്യവസ്ഥയുടെ പ്രതികരണ ഫലമാണ് മാനസിക രോഗങ്ങൾ. ചോദനകൾ മസ്തിഷ്ക കേന്ദ്രത്തിൽ താൽക്കാലിക റിഫ്ലക്സുകൾ സൃഷ്ടിക്കുന്നു. ആന്തരികവും ബാഹ്യവുമായ ചുറ്റുപാടുകളാണ് പ്രസ്തുത സൃഷ്ടിക്ക് കാരണമാകുന്നത്. താൽക്കാലിക റിഫ്ലക്സുകൾ ചുറ്റുപാടുകളാകുന്ന ഉപാധികൾ കൊണ്ട് രൂപപ്പെടുന്നത് മൂലം അവയെ ഉപാധിബദ്ധ റിഫ്ലക്സുകൾ എന്നാണ് ശാസ്ത്രീയമായി പറയുക. പരാമർശവിധേയമായ ഉപാധിബദ്ധ റിഫ്ലക്സുകളാകട്ടെ അറിയുകയും പരക്കുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്ത സാധാരണത്വത്തിന് യോജിക്കാത്ത മസ്തിഷ്ക പ്രവർത്തനത്തിനും തദനുസാരിയായ മാനസികാവസ്ഥയ്ക്കും ഇടവരുത്തുന്നു. യഥാർത്ഥത്തിൽ മനോരോഗങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം നാഡീകോശങ്ങൾ അഥവാ ന്യൂറോണുകളുടെ ഇടയിൽ കൈമാറ്റം ചെയ്യപ്പെടുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് വിളിക്കപ്പെടുന്ന ജൈവരാസ കണങ്ങളുടെ ഇംബാലൻസ്, അവയുടെ ഏറ്റക്കുറച്ചിലുകളാണ്. ഇത് മസ്തിഷ്കത്തിന്റെ ഓരോ ഭാഗത്തെയും വ്യത്യസ്തമായിട്ട് സ്വാധീനിക്കുകയും വ്യത്യസ്തമായ രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. ഇത് ആധുനിക മനോവിജ്ഞാനീയം സംശയ ലെവലേശമെന്നെ തെളിയിച്ച കാര്യമാണ്. 2016 പ്രസിദ്ധീകൃതമായിട്ടുള്ള DC ബുക്സിന്റെ പുസ്തകത്തിൽ അദ്ദേഹം വിവരിക്കുന്ന ഇതാണ്. ഇദ്ദേഹത്തെ ആരാധിക്കുന്ന, ഈ ധാരയെ പിൻപറ്റുന്ന ഒരു സ്വതന്ത്ര ചിന്തകൻ ഈ പുസ്തകം വായിച്ചാൽ ഏത് ചിന്തയിൽ അല്ലെങ്കിൽ ഏത് ധാരണയിൽ എത്തിച്ചേരും? ഈ പ്രൊഫസർ ഹിപ്നോയായിട്ട് അദ്ദേഹം നടത്തിയ സ്റ്റേജ് ഷോയിലുള്ള ആളുകൾ ഈ പുസ്തകം വാങ്ങി വായിച്ചാൽ അവരുടെ ധാരണ എന്തായിരിക്കും? അത് അടുത്ത തലമുറയുടെ പൊതുബോധമായിട്ട് മാറ്റപ്പെടും. ഇത് ജോൺസൺ അയിരൂർ മാഷും അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ടുള്ള രഹീം മരന്നൂർ എന്ന് പറയുന്ന ഒരാളുമാണ്. അത് ഈ ഹിപ്നോ തെറാപ്പിയുടെ വേൾഡ് ഹിപ്നോട്ടിക് ഡേ എന്ന് പറഞ്ഞിട്ട് എന്തോ January 4 മറ്റോ ആണ്. അതിൽ അദ്ദേഹം കൊടുത്തൊരു ബൈറ്റാണ്, റീസെന്റ് ആയിട്ട് വന്നാണ്, അത് യൂട്യൂബിലൊക്കെ ഉണ്ട്. അതിൽ പറയുന്ന ഇതാണ്: ഹിപ്നോതെറാപ്പി എന്നത് കേരളത്തിൽ അത്ര പ്രചാരം നേടിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ സത്യം. കഴിഞ്ഞ തലമുറയിലുള്ള സ്വാധീനം പോലും ഈ തലമുറയിൽ ഹിപ്നോതെറാപ്പിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ തലമുറയിൽ പുനർജന്മം സിനിമയൊക്കെ വരികയും അത് വൻ വിജയമായി 7-8 വാരമൊക്കെ ഓടുകയും ചെയ്തുകൊണ്ട് ഹിപ്നോതെറാപ്പിക്ക് കൂടുതൽ പ്രചാരം കിട്ടി. അന്ന് ഹിപ്നോതെറാപ്പി നടത്താനും എളുപ്പമായിരുന്നു. ഹിപ്നോതെറാപ്പിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആളുകൾ വരും. ഇന്ന് അതല്ല സ്ഥിതി. ഹിപ്നോതെറാപ്പിക്ക് അത്ര പ്രചാരമില്ല. എന്താണതെന്ന് അറിയാവുന്നവർ കുറവാണ്. അത് പ്രചാരത്തിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരും ഇതിനോട് താല്പര്യമുള്ളവരും ചെയ്യേണ്ടത്. അദ്ദേഹം നടത്തുന്ന ഒരു സംഭാഷണമാണ്, യൂട്യൂബിലുണ്ട്. ഈ സംഭാഷണം കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഒരു പഴയ സംഗതിയാണ്. ഈ 90കളുടെ അവസാനമൊക്കെ നെൽകൃഷിയും കൊയ്ത്തുകാരും ഒക്കെ പ്രായണ അപ്രത്യക്ഷമായി യന്ത്രവൽകൃതമായിട്ടുള്ള രീതിയിലേക്ക് നെൽകൃഷി മാറിയ ഒരു കാലത്ത് നമ്മുടെ ഒരു കാരണവര് ആളൊഴിഞ്ഞ മെതിക്കളത്തിന്റെ മുമ്പിലിരുന്ന് നടത്തിയിട്ടുള്ളൊരു കമന്റാണ്: എത്ര കൊയ്ത്തുകാർ വന്ന് കൊയ്തുകൊണ്ടിരുന്ന പാടമാണിത്. അവര് നിരന്ന് നിന്ന് കൊയ്താൽ ഏതാണ്ട് ഒരാഴ്ച എടുക്കും കൊയ്ത്ത് തീരാൻ. എന്തൊരാളും ബഹളമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഒക്കെ പോയി, കാലം മുടിഞ്ഞു. ആ കാലമേ പോയി. ഇപ്പൊ ആരുമില്ല, ഒന്നുമില്ല. ടില്ലറോ ട്രാക്ടറോ വരും, 2 ഉരുട്ടും,
മെതിയന്ത്രം വരും, അത് വരും, ഇത് വരും, എല്ലാം വരും. ആളും ആരവും പോയി. എത്ര സമ്പന്നമായിട്ടുള്ള പുഷ്കലമായിട്ടുള്ള മഹോന്നതമായിട്ടുള്ള കാലമായിരുന്നു അത്. അങ്ങനെ മെതിക്കളത്തിൻ്റെ നടക്കിലിരുന്ന് വിലപിച്ച കാരണവരെ പോലെയാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ ഈ സംഭാഷണം കേട്ടപ്പോൾ തോന്നിയത്. ഇത് തായ്ലൻഡിലെ ഒരു ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയിൽ നടത്തുന്ന ചികിത്സയാണ്. അതായത് ഇനി കുടിക്കില്ല, മദ്യപാന രോഗികൾക്ക് വേണ്ടി നടത്തുന്ന ചികിത്സയാണ്. ഇനി കുടിക്കില്ല എന്നുള്ള പ്രതിജ്ഞ രോഗികളെ കൊണ്ട് എടുപ്പിച്ചതിന് ശേഷം അവരെ മരുന്ന് കൊടുത്ത് ഛർദ്ദിപ്പിക്കുന്നു. അവേർഷൻ തെറാപ്പി. ഇങ്ങനെ മരുന്ന് കൊടുത്ത് ഛർദ്ദിപ്പിക്കുന്നു. അങ്ങനെ അവർ ഹൈലി മോട്ടിവേറ്റഡ് ആവുന്നു. അങ്ങനെ ഏതാണ്ട് 70% ആളുകളും കുടി നിർത്തുന്നു. ഇതിൻ്റെ അടിസ്ഥാനപരമായ കാരണം മോട്ടിവേഷനാണ്. ഇന്ന് മനോരോഗ വിജ്ഞാനിയും അല്ലെങ്കിൽ സൈക്കോ തെറാപ്പി മുന്നോട്ട് വയ്ക്കുന്ന മോട്ടിവേഷണൽ എൻഹാൻസ്മെന്റ് തെറാപ്പി എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു മതപരമായിട്ടുള്ള രൂപം. ഇതിലാണ്ട് 70% ആൾക്കാർക്ക് ക്യൂർ കിട്ടുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഇതിന് റിസൾട്ട് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയിലേക്ക് പോവാം. ഇതേപോലെ കൈവിഷം ഛർദ്ദിപ്പിക്കുന്നത് പോലെ മരുന്ന് കൊടുത്ത് ഛർദ്ദിപ്പിക്കാം. അവേർഷൻ തെറാപ്പി കൃത്യമായിട്ട് ഈ രീതിയിൽ ചെയ്യാം എന്ന് ഒരു ശാസ്ത്ര പ്രചാരകൻ പറഞ്ഞാൽ അതിൻ്റെ സാങ്കത്യം എന്താണ്? അത് തന്നെയാണ് ഇന്ന് ഹിപ്നോ തെറാപ്പിക്ക് ഉള്ളത്. ഇത് ജോൺസൺ അരൂരിൻ്റെ പുസ്തകമാണ്, ഹിപ്നോട്ടിസം ഒരു പഠനം. ഞാനതിൻ്റെ എല്ലാ വിശദാംശങ്ങളിലേക്കും പോകുന്നില്ല. അദ്ദേഹം ഫോറൻസിക് ഹിപ്നോട്ടിസത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഫോറൻസിക് ഹിപ്നോസിസ്, കുറ്റകൃത്യങ്ങൾ തെളിയിക്കാൻ വേണ്ടി CBI അദ്ദേഹത്തിന്റെ സഹായം തേടിയ ചരിത്രമൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. CBI, കേരള പോലീസൊക്കെ അദ്ദേഹത്തിന്റെ സഹായം തേടിയെന്ന്. ഈ ഫോറൻസിക് ഹിപ്നോസിസ് എന്ന് പറയുന്നത് പാശ്ചാത്യ ലോകത്ത് ഇന്ന് എടുത്ത് കളയപ്പെട്ടിട്ടുള്ള, ചവറ്റുകൊട്ടയിലേക്ക് നീക്കപ്പെട്ടിട്ടുള്ള ഒരു രീതിയാണ്. 2007 കനേഡിയൻ ഗവൺമെന്റ് ഫോറൻസിക് ഹിപ്നോട്ടിസം എന്ന് പറയുന്ന രീതി തന്നെ നിരോധിച്ചു. എന്താ ഇതിന് കാരണം? 21 വർഷം 20 വർഷമൊക്കെയാണ് അവിടെ നിരപരാധികളായ ആളുകൾ തടവിൽ കിടക്കേണ്ടതായിട്ട് വന്നത്. ഈ പീഡിപ്പിക്കപ്പെട്ടു എന്ന് സംശയിക്കുന്ന ആളുകളെ ഹിപ്നോട്ടൈസേഴ്സ് വിളിച്ച് ഹിപ്നോട്ടിസം ചെയ്ത് അവരിലേക്ക് ഫാൾസ് മെമ്മറീസ്, തെറ്റായ ഓർമ്മകൾ കുത്തിച്ചെലുത്തി. ഈ ഓർമ്മകളുടെ അടിസ്ഥാനത്തിൽ നടക്കാത്ത സംഭവങ്ങൾ നടന്നു എന്ന് അവർ അവകാശപ്പെടാൻ തുടങ്ങി. സ്വന്തം അച്ഛൻ എന്നെ പീഡിപ്പിച്ചു, അനിയൻ എന്നെ പീഡിപ്പിച്ചു, വീടിനടുത്തുള്ള ആൾ എന്നെ പീഡിപ്പിച്ചു. ഇങ്ങനെയൊക്കെയുള്ള ഭാവനാസമ്പന്നമായിട്ടുള്ള കഥകൾ ഈ ഹൈലി ഹിപ്നോട്ടൈസബിൾ ആയിട്ടുള്ള ആളുകളെ ഹിപ്നോട്ടൈസ് ചെയ്ത് തെറ്റായിട്ടുള്ള സജഷൻസും തെറ്റായിട്ടുള്ള ചോദ്യങ്ങളും ചോദിച്ചുകൊണ്ട് അവർ മൊഴിയായിട്ട് അമേരിക്കൻ കോടതികളിൽ കൊടുത്തു. 20-25 വർഷമൊക്കെ ജീവപര്യന്തം തടവിന് വിധിക്കപ്പെട്ട് അവസാനം നിരപരാധിയാണെന്ന് കോടതികൾ കണ്ടെത്തി ആളുകളെ മോചിപ്പിക്കുന്ന സാഹചര്യം അമേരിക്കയിൽ, യൂറോപ്പിലെമ്പാടും ഉണ്ടായി, അമേരിക്കയിൽ പ്രത്യേകിച്ചും. അതുകൊണ്ട് കാനഡയിലൊക്കെ 2007 അത് നിരോധിക്കുക തന്നെ ഉണ്ടായി. ഇത് ഫാൾസ് മെമ്മറീസ്, തെറ്റായ ഓർമ്മകൾ നിങ്ങളിലേക്ക് കുത്തിച്ചെലുത്തും എന്നുള്ള കാരണം കൊണ്ട് കാലഹരണപ്പെട്ട ഒന്നാണ്. ഒരു ഹിപ്നോട്ടിസ്റ്റിന്റെ അനുഭവക്കുറിപ്പുകളിൽ അദ്ദേഹം പറയുന്നു, CBI എൻ്റെ സഹായം തേടിയിട്ടുണ്ട്. അദ്ദേഹം തന്നെ അതിൻ്റെ അവസാനം പറയുന്നുണ്ട്, ഇത് 100% നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്ന്. ഈ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ആദ്യം ഇതിനെ പ്രൊമോട്ട് ചെയ്യുകയും പിന്നീട് മൈൽഡായിട്ട് എതിർക്കുകയും ചെയ്യുക എന്നുള്ള രീതിയൊക്കെ എങ്ങനെയാണ് പൊതുബോധത്തെ സ്വാധീനിക്കുന്നതെന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും. ഹിപ്നോട്ടിസം നിത്യജീവിതത്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞു, ഹിപ്നോട്ടിസിബിലിറ്റി എന്ന് പറയുന്ന ഒരു ട്രൈറ്റ് ആണ്. ഈ ട്രൈറ്റ് 10% പേരിലേ ഉള്ളൂ. ജോൺസൺ അരൂർ പറയുന്നത് ഇതാണ്, വീട്ടിലൊരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് അനിവാര്യമാണെന്ന് പറയുന്നത് പോലെ തന്നെ ഹിപ്നോട്ടിസത്തിന്റെ ബാലപാഠങ്ങൾ അറിയാവുന്ന ഒരാൾ ഒരു വീട്ടിലുണ്ടായിരിക്കുന്നത് നല്ലതാണ്. കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും അത് ഗുണപ്രദമാണ് എന്ന് വേണ്ട. പെട്ടെന്ന് മൂഡ് ചേഞ്ച് സംഭവിക്കുന്ന കലാകാരന്മാർ, സാഹിത്യകാരന്മാർ, ദന്ത ഡോക്ടർമാർ, ഉഴിച്ചിൽ വിദഗ്ധർ, ഇവരൊക്കെ ഇത് പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. ഇത് ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ, ഇത് നമ്മുടെ മാനസികാരോഗ്യത്തിന് വളരെ പടുപഷ്ടാണ് എന്നുള്ള രീതിയിലാണ് ജോൺസൺ അരൂർ ഈ പുസ്തകത്തിൽ കൂടെ ഹിപ്നോട്ടിസത്തിനെ അഡ്വക്കേറ്റ് ചെയ്യുന്നത്. അദ്ദേഹം വേറൊരു കാര്യം പറയുന്നുണ്ട്, വിശ്വാസം തന്നെ ആശ്വാസം, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കും എന്ന് പറയുന്ന പോലെ രോഗങ്ങളിൽ 70% ചികിത്സിക്കാതെ തന്നെ ശരീരത്തിന്റെ പ്രതിരോധ ശക്തി കൊണ്ട് സുഖപ്പെടുന്നവയാണ്. എവിടുന്നാണ് അദ്ദേഹത്തിന് ഈ കണക്ക് കിട്ടുന്നതെന്ന് അറിഞ്ഞുകൂടാ. ആധുനിക വൈദ്യശാസ്ത്രത്തിന് ഈ കണക്കില്ല. വരുന്ന രോഗങ്ങളിൽ 70% നമ്മുടെ മനസ്സിന്റെ തോന്നലും ശരീരത്തിന്റെ പ്രതിരോധ ശക്തിയും കൊണ്ട് സുഖപ്പെടുന്നതുമാണ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ജോൺസൺ അരൂർ നടത്തുന്നത് എന്ത് ശാസ്ത്രീയ അടിത്തറയിൽ നിന്നുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ട്രഡീഷണൽ സൈക്യാട്രിയെ കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നത് ഭാരതത്തിന്റെ മനോരോഗ പാരമ്പര്യത്തിൽ അദ്ദേഹം അഭിമാന പുളകിതനാവുകയാണ്. അതിൽ തലയിൽ നെല്ലിക്കാത്തളം വെക്കൽ, നസ്യം ചെയ്യൽ എന്നിവയൊക്കെ പ്രസിദ്ധമാണല്ലോ. ഇത്തരം ചികിത്സകൾ ഫലപ്രദമായിരുന്നു എന്നതിനാലാണ് മനുഷ്യരാശി ഇന്ന് നിലനിൽക്കുന്നത്. ചിലയിടങ്ങളിൽ ഇങ്ങനെ ഇതിനെക്കുറിച്ച് കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ കോട്ടയ്ക്കൽ മാനസികാരോഗ്യ കേന്ദ്രം,
അവിടെ മനോരോഗ ചികിത്സയിൽ MD കോഴ്സ് ആരംഭിച്ചു. ജോൺസൺ ഐരൂർ എഴുതുന്നതാണ്. AT കോരൂരിന്റെ പാരമ്പര്യത്തിൽ നിന്ന് വന്നു എന്ന് പറയപ്പെടുന്ന പതിറ്റാണ്ടുകളോളം കേരളത്തിന്റെ സ്വതന്ത്ര ചിന്ത പൊതുബോധത്തെ പല മാഗസിനുകളിലൂടെ, പല കുറിപ്പുകളിലൂടെ, കേസ് ഡയറികളിലൂടെ സ്വാധീനിച്ച അതികായനായ ജോൺസൺ ഐരൂർ പറയുന്നതാണ്. കോട്ടക്കല്ല് MD സൈക്യാട്രി കോഴ്സ് തുടങ്ങി. നെല്ലിക്കാത്തളം, അതുപോലെ നസ്യം ചെയ്യൽ, ഈ സാധനമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഇവിടെ മനുഷ്യർ ജീവിച്ചു പോയത്. NLP നല്ലതാണ്, യോഗ നല്ലതാണ്, ട്രഡീഷണൽ ഹിപ്നോട്ടിസം അതാണ് യഥാർത്ഥത്തിൽ യോഗ. ഇതൊക്കെയാണ് ജോൺസൺ ഐരൂർ പറയുന്നത്. എവിടെയാണ് ഈ പാരമ്പര്യം ഇന്ന് എത്തി നിൽക്കുന്നത്? ചില കാലങ്ങളിൽ ചില സംഗതികൾ നമ്മൾ ശാസ്ത്ര പ്രചാരണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടി വരും. അത് പിന്നീട് തള്ളിക്കളയേണ്ട കാലത്ത് തള്ളിക്കളയാതെ നെഞ്ചേറ്റുന്നത് മുഖേന ഇതൊരു കൾട്ട് ഗ്രൂപ്പായിട്ട് തീരുകയും പിന്നീട് ആ വിശ്വാസത്തെ രക്ഷിക്കാൻ വേണ്ടി സിദ്ധാന്തങ്ങൾ പടുത്തുയർത്തുകയും ചെയ്യുക എന്നുള്ള നിലയിലേക്ക് സ്വതന്ത്ര ചിന്ത കൂപ്പുകുത്താൻ പാടില്ല. ഇത് പുനർജന്മത്തിന്റെ തിരക്കഥ ഇന്ത്യൻ റാഷണലിസ്റ്റ് പബ്ലിഷേഴ്സ് പ്രസിദ്ധീകരിച്ചതാണ്. മൂലകഥ കോവൂർ, തിരക്കഥ തോപ്പിൽ ഭാസി, പുനർലിഖിതം ജയൻ ഇടക്കാട്, ഏകോപനം ശ്രീനി പട്ടത്താനം, മോളിലുള്ള ക്യാപ്ഷൻ ഈഡിപ്പസ് കോംപ്ലക്സിനെ തകർത്ത പ്രണയവും ദാമ്പത്യ വിജയവും. ഈ ഈഡിപ്പസ് ഇലക്ട്ര കോംപ്ലക്സ് എന്നൊക്കെ പറയുന്ന ഫ്രോയിഡിന്റെ തിയറികൾ കാലഹരണപ്പെട്ടതും അദ്ദേഹം കൊക്കൈൻ വലിച്ചു കയറ്റിയിരുന്ന് ഉണ്ടാക്കിയ ആം ചെയർ ഫിലോസഫിയുമാണ്. അതിന്ന് ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലാണ് അതിൻ്റെ സ്ഥാനം. അത് അടിച്ചു വിൽക്കുന്നത്, പുസ്തകമായിട്ട് അതിനെ പ്രൊമോട്ട് ചെയ്ത സിനിമയുടെ തിരക്കഥ അടിച്ചു വിൽക്കുന്നത് ഇന്ത്യൻ റാഷണലിസ്റ്റ് പബ്ലിഷേഴ്സാണ്. എൻ്റെ വാക്കുകൾ കുറച്ച് കടുത്തുപോയോ എന്നെനിക്ക് സംശയമുണ്ട്. അതെല്ലാവരും നല്ല നിലയിൽ, അതിൻ്റെ നല്ല അർത്ഥത്തിൽ അതെടുക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഈ വള്ളത്തോൾ പറഞ്ഞതുപോലെ മദ്വചനങ്ങൾക്ക് മാർദ്ദവമില്ലെങ്കിലും ഉദ്ദേശശുദ്ധിയാൽ മാപ്പ് നൽകൂ. അതേ എനിക്ക് ഇവിടെ പറയാനുള്ളൂ. ഒരു സംഗതിയെ വേരോടെ പിഴുതെറിയണമെങ്കിൽ നാരായ വേരും താണ്ടി കുഴിക്കണം എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് അത്രയും കുഴിക്കേണ്ടി വന്നത്. യഥാർത്ഥത്തിൽ AT കോവൂരിന് മുമ്പേക്ക് നമ്മുടെ യുക്തിവാദി ജോസഫിലേക്ക്, MC ജോസഫിലേക്ക് വരെ നീളുന്ന വേരുകൾ ഹിപ്നോട്ടിസത്തിനുണ്ട്. കോയമ്പത്തൂരിൽ നിന്ന് അദ്ദേഹം ഹിപ്നോട്ടിസത്തിലെ ഒരു തപാൽ കോഴ്സോ മറ്റോ ചെയ്തതിന് ശേഷമാണ് യുക്തിവാദി ജോസഫ് എന്ന് പറഞ്ഞാൽ 45 വർഷത്തോളം യുക്തിവാദി മാഗസിന്റെ എഡിറ്ററായിരുന്ന അതികായനായിട്ടുള്ള യുക്തിവാദിയാണ്. അവർക്ക് കാലഘട്ടത്തിന്റെ പരിമിതിയുണ്ട്, അത് മനസ്സിലാക്കപ്പെടേണ്ടതാണ്. പക്ഷേ 2019 ശാസ്ത്ര പ്രചരണത്തിന്റെ, യുക്തിവാദത്തിന്റെ, സ്വതന്ത്ര ചിന്തയുടെ മുഖവും കുന്തമുനയുമാകാൻ പറ്റിയ ഒരാശയമല്ല ഹിപ്നോട്ടിസവും ഹിപ്നോതെറാപ്പിയും. തള്ളേണ്ടതിനെ തള്ളിയും കൊള്ളേണ്ടതിനെ കൊണ്ടും മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. ഇത്രയും നേരം എൻ്റെ വാക്കുകൾ ശ്രവിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.